ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാനിന്ന് കോട്ടയം ജില്ലയിൽ പാമ്പാടിയിലാണ്. ഇവിടെ ഒരു ദൈവദാസനെ കാണാൻ വന്നതാണ്. പാസ്റ്ററുടെ പേര് ജോയി, ഇത് ആൻറ്റി. ഏതാണ്ട് 45 വർഷങ്ങളായി നോർത്ത് ഇന്ത്യയിൽ നാഗ്പൂർ, ബോംബെ, ഡൽഹി ഈ പ്രദേശങ്ങളിൽ കർത്താവിൻ്റെ വേല ചെയ്തവരാണ്. ചെറിയ മുറികളിൽ താമസിച്ചുകൊണ്ട് മറ്റ് ഒരുപാട് അസൗകര്യങ്ങളുണ്ട്. നല്ലൊരു ഷർട്ടില്ല, പാൻറ്റില്ല, 3 നേരം കഴിക്കാനുള്ള ആഹാരമില്ല. ഇങ്ങനെ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും ബുദ്ധിമുട്ടിലും കർത്താവിൻ്റെ വേല ചെയ്ത ഒരു ദൈവദാസനും കുടുംബമാണിത്. 45 വർഷങ്ങൾ അവരുടെ ജീവിതാനുഭവം നമുക്കിന്ന് കേൾക്കാം. അത് തീർച്ചയായും നിങ്ങൾ കേൾക്കണം. ഇതുപോലെയുള്ള ദൈവദാസന്മാരെ നിങ്ങൾ സഹായിക്കണം, നിങ്ങളവരെ വിളിക്കണം, ഇവരോട് കൂട്ടായ്മ കാണിക്കണം. കാരണം 45 വർഷങ്ങൾ തങ്ങളുടെ യൗവനപ്രായം മുഴുവനും നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ സുവിശേഷ വേല ചെയ്തവരാണ്. കേരളത്തിൽ നിന്ന് കടന്നുപോയി ഇവിടുത്തെ നല്ല ഭക്ഷണങ്ങളോ നല്ല താമസ സൗകര്യങ്ങളോ നല്ല കാലാവസ്ഥയോ ലഭിക്കാതെ ചൂടും തണുപ്പും ഒക്കെ അനുഭവിച്ച് കിട്ടുന്ന ഭക്ഷണം കഴിച്ച് ദാളും ചപ്പാത്തി റൊട്ടിയും അതുപോലെയുള്ള ഇതൊക്കെ കഴിച്ച് കർത്താവിൻ്റെ വയൽപ്രദേശത്ത് അധ്വാനിച്ച ഒരു ദൈവദാസനാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഇദ്ദേഹത്തിൻ്റെ ഈ പാസ്റ്റർ കുടുംബത്തിൻ്റെ അനുഭവ സാക്ഷ്യം അത് വലിയൊരു അനുഗ്രഹത്തിന് കാരണമായിരുന്നു. ഇപ്പോൾ സമയം ഇവിടെ രാത്രി 10:30 ഞാൻ ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഈ പാസ്റ്ററുടെ അനുഭവ സാക്ഷ്യം എടുക്കുവാനായിട്ടാണ് വന്നത്. ഇപ്പോൾ സമയം 10:30. അപ്പോൾ ഇത്രയും തിരക്കിട്ട് ഞാനിവിടെ വന്ന് ഇവരുടെ അനുഭവ സാക്ഷ്യം എടുക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയും ദീർഘവർഷങ്ങൾ കർത്താവിൻ്റെ വയൽപ്രദേശത്ത് അവർ അധ്വാനിച്ചവരാണ്. അതുകൊണ്ട് ഈ പ്രിയപ്പെട്ടവരെയൊക്കെ ദൈവം പ്രതിഫലം കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പാസ്റ്ററെ ഗോസ്പൽ TV UP എന്ന ഈ ചാനലിലേക്ക് ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പാസ്റ്ററുടെ വിലപ്പെട്ട സമയം ഈ ചാനലിന് വേണ്ടി ചെലവഴിക്കുന്നതിനുള്ള നന്ദി അറിയിക്കുന്നു. ഇവർക്ക് സ്വന്തമായ ഒരു ഭവനമില്ല. ഉള്ളതെല്ലാം അവരുടെ ഉള്ളതെല്ലാം അവർ വിറ്റ് സുവിശേഷ വേല ചെയ്തു. 2 മക്കളുണ്ട്, അവരൊക്കെ പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നു. നിങ്ങൾ ഈ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. അവരുടെ അനുഭവ സാക്ഷ്യം നിങ്ങൾക്ക് കേൾക്കാം. പാസ്റ്ററെ സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്താമോ? പാസ്റ്ററുടെ പേര്, വീട്ടിൽ ആരൊക്കെ ഉണ്ട്, ഇപ്പോൾ എവിടെ താമസിക്കുന്നു, ഏത് കൂട്ടായ്മയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു, ഇതിനെക്കുറിച്ചൊന്ന് പറയാമോ? പറയാം. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ ചാനൽ മുഖാന്തരമായിട്ടുള്ള അഭിമുഖത്തിൽ കടന്നു വരുവാനിടയാക്കിയതിൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. അതിനുള്ള എല്ലാ നന്ദിയും കടപ്പാടും പ്രിയപ്പെട്ടവരോട് ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ഇപ്പോൾ പാമ്പാടിയിൽ, കോട്ടയം പാമ്പാടിയിൽ പള്ളി അടുത്തുള്ള സ്ഥലത്ത് ഞങ്ങൾ താമസിക്കുന്നു. ഞങ്ങൾ ആത്മീയ കൂട്ടായ്മ പങ്കിടുന്നത് മൗണ്ട് സീനായ് ഹോളി ചർച്ചിലാണ്. പാസ്റ്ററുടെ പേരൊന്ന് പറയാമോ? എൻ്റെ പേര് പാസ്റ്റർ MV ജോയ്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എൻ്റെ വീട്ടിൽ ഞങ്ങൾ ഫാമിലി 4 പേരാണ്. എനിക്ക് 2 മക്കളുണ്ട്. അവർ 2 പേരും, ഒരാൾ വിദേശത്ത് ജോലി ചെയ്യുന്നു, ഒരാൾ ഇപ്പോൾ കോട്ടയത്ത് ലുലു മാളിൽ ജോലി ചെയ്യുന്നു. പാസ്റ്റർ ഏത് ക്രൈസ്തവ പശ്ചാത്തലത്തിലാണ് ജനിച്ച് വളർത്തപ്പെട്ടത്? ഞാൻ പെന്തക്കോസ്ത് പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ ജനിച്ച് വളർത്തപ്പെട്ടത്. പാസ്റ്ററുടെ വീടൊക്കെ എവിടെയാണ്? എൻ്റെ വീട് ഇടുക്കി ജില്ലയിൽ കട്ടപ്പന അടുത്തുള്ള ചീന്തലാറ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങളുടെ വീടൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ വീടില്ല. മാതാപിതാക്കളെ കുറിച്ചൊന്ന് പറയാമോ? അച്ഛൻ, അമ്മ, അവരുടെ പേര്, അതോടൊപ്പം അവരുടെ തൊഴിൽ ഒന്ന് പറയാമോ? എൻ്റെ പിതാവ് ജോസഫ് ആണ്. മാതാവിൻ്റെ പേര് ഏലിയാമ്മ. അവർ 2 പേരും ഞങ്ങളുടെ ഓർമ്മ വെച്ച കാലം മുതൽ അവർ വിശ്വാസ ജീവിതത്തിലാണ്. അവർ പിതാവിൻ്റെ തൊഴിൽ, അദ്ദേഹം ആശാരിപ്പണി ചെയ്ത് ജീവിച്ച ആളാണ്. മാതാവ് എസ്റ്റേറ്റിലെ ജോലിക്കാരിയായിരുന്നു. പാസ്റ്റർ ഈ ചെറുപ്പം ഒക്കെ പഠിച്ചതൊക്കെ ഏത് സ്ഥലത്താണ്? എൻ്റെ ബാല്യകാല വിദ്യാഭ്യാസ രംഗമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പശിപ്പാറയിലെ കാപ്പിപ്പതാൽ ഹൈസ്കൂളിലാണ് അവിടെയാണ് എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം നടത്തിയത്. പാസ്റ്റർ ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനും സ്നാനപ്പെടാനും ഒക്കെ ഉള്ളൊരു കാരണം പറയാമോ?
രക്ഷയുടെ അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുപ്പകാലം മുതൽ തന്നെ നമ്മൾ വിശ്വാസത്തിൻ്റെ ഓർമ്മ വെച്ച കാലം മുതലേ നമ്മൾ പെന്തക്കോസ്തിൻ്റെ വിശ്വാസത്തിൽ തന്നെ ആയിരുന്നു. അങ്ങനെ 8-ാമത്തെ വയസ്സിൽ അഭിഷേകം പ്രാപിച്ചു. 12-ാമത്തെ വയസ്സിൽ സ്നാനമേറ്റ് കർത്താവിൻ്റെ സഭയിലെ കൂട്ടായ്മ ആചരിച്ച് വരികയായിരുന്നു. പിന്നീട് ഒരു സുവിശേഷകനാകണം അല്ലെങ്കിൽ സുവിശേഷ വേല ചെയ്യണം എന്നൊരു താല്പര്യം വരാനുള്ളൊരു കാരണം എന്താ? അതിനെന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ദൈവിക കോളിംഗ് ഉണ്ടായോ? അതോ ആരെങ്കിലും സുവിശേഷകന്മാര് പറയുകയാണോ ചെയ്തത്? അതോ ബൈബിൾ വായിച്ചപ്പോൾ നിന്ന് ഉള്ള ഒരു ദർശനമാണോ? എന്താണ് ഒരു സുവിശേഷകനായി തീരണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടാകാൻ കാരണം? അത് വലിയൊരു ചരിത്രമാണ്. ഞങ്ങൾ ജനിച്ചു വളർന്നത് പെന്തക്കോസ്ത് അനുഭവത്തിലാണെങ്കിലും ഞങ്ങൾ ഒരേക ദൈവദാസന്മാരെ ശുശ്രൂഷിച്ച് അവരുടെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഒക്കെ കണ്ട് അനുഭവിച്ച് വളർന്നു വന്നവരായതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ ഒരേ തീരുമാനക്കാരായിരുന്നു. എന്തെന്നാൽ കർത്താവിൻ്റെ വേലക്കാരുടെ പ്രയാസങ്ങൾ കണ്ട് അതേയുള്ള അനുഭവത്തിലേക്ക് പോകാനായിട്ട് ഞങ്ങൾ ഒരിക്കലും താല്പര്യപ്പെട്ടിരുന്നില്ല. അതായത് കർത്താവിൻ്റെ വേല ചെയ്യാതെ, കർത്താവിൻ്റെ വേല മാത്രം ചെയ്യത്തില്ല, ബാക്കി വിശ്വാസ ജീവിതം നയിച്ചുകൊള്ളാം എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ വിശ്വാസ ജീവിതം നയിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന അവസരത്തിൽ ഞങ്ങൾക്ക് ജോലിയുള്ള ബന്ധത്തിൽ, സെക്കുലറായുള്ള ജോലിയുള്ള ബന്ധത്തിൽ ഞാനിവിടുന്ന് മദ്രാസിലേക്ക് പോവുകയും അവിടുന്ന് ഇന്ത്യയുടെ മിക്കവാറും എല്ലാ സ്റ്റേറ്റുകളിലും ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ബോംബെയിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ പെട്ടെന്ന് എനിക്ക് നല്ല രീതിയിലുള്ള ഹൈ പോസ്റ്റ് സ്റ്റെനോഗ്രാഫി ഞാൻ ബോംബെയിൽ നിന്ന് ചെയ്തു. ഷോർട്ട് ടൈപ്പ് റൈറ്റിംഗ്, ഷോർട്ട് ആൻഡ് ഹയർ ലോവർ, അക്കൗണ്ടൻസി സ്പെഷ്യലൈസ് ചെയ്തു. അതുപോലെ തന്നെ ബിസിനസ് കറസ്പോണ്ടൻസ് ഡിപ്ലോമ, ഇതെല്ലാം തന്നെ എടുത്തതിന് ശേഷം ബോംബെയിൽ നല്ല രീതിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പെട്ടെന്ന് എനിക്കൊരു അസുഖമുണ്ട്. ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക്, അപ്പോൾ എൻ്റെ ചെറുപ്പകാലത്തെ അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നും ഒരു രോഗിയായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ ഞാൻ സ്കൂളിൽ പോകാറുള്ളൂ. തീരാത്ത വ്യാധി എന്നെ പിന്തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ എൻ്റെ അമ്മച്ചി വെള്ളം പോലും കുടിക്കാതെ ഒരാഴ്ച മുഴുവനും ഹോളിൽ പോയിരുന്ന് ഉപവസിച്ചു. എന്നാൽ അമ്മച്ചി ഉപവസിക്കാനാണ് പോയതെന്നുള്ളത് ഞങ്ങളോട് പറഞ്ഞു പോലും. ഉപവാസം കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. അപ്പോൾ അങ്ങനെ അമ്മച്ചി തീരുമാനമെടുത്തു, ഈ കുഞ്ഞിനെ കർത്താവെ എനിക്ക് ജീവനോടെ തരികയാണെങ്കിൽ ഞാനിവനെ കർത്താവിൻ്റെ വേലയ്ക്ക് വിട്ടോളാം എന്ന് അമ്മച്ചി തീരുമാനമെടുത്ത് പ്രാർത്ഥിച്ച് അങ്ങനെ എനിക്ക് അന്ന് മുതൽ അസുഖങ്ങളൊന്നുമില്ലാതെ ഞാൻ വളരെ മിടുക്കനായി ജോലി കാര്യങ്ങൾ ചെയ്യത്തക്ക രീതിയിലായിരിക്കുന്ന ആരോഗ്യങ്ങൾ പ്രാപിച്ചെടുത്ത് 10ാം ക്ലാസ് പാസ്സായി. അതിന് ശേഷമായിട്ട് അന്നത്തെ കാലത്ത് 10ാം ക്ലാസ് എന്ന് പറഞ്ഞ വലിയ കാര്യമാണല്ലോ. അങ്ങനെ ഞാൻ അവിടെ നിന്നും മദ്രാസിലേക്ക് കടന്നുപോയി. അങ്ങനെ അവിടെ ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ ജോലി ചെയ്തു. അതിന് ശേഷമായിട്ട് വിശാഖപട്ടണം, ഹൈദരാബാദ്, ഏലൂര്, അത് കഴിഞ്ഞിട്ട് അവിടുന്ന് കൽക്കട്ടയിൽ തിരിച്ച് നാട്ടിൽ വന്നു. നാട്ടിൽ വന്നതിന് ശേഷമായിട്ട് പിന്നെ പാലക്കാട്, ചെർപ്പുളശ്ശേരി, വയനാട്, മൈസൂർ, ബാംഗ്ലൂർ, ബോംബെ, ഡൽഹിയിൽ നിന്ന് തിരിച്ച് ബോംബെയിൽ വന്നിട്ട് അങ്ങനെ ഞാൻ നാട്ടിൽ ബോംബെയിൽ വരുന്നതിന് ശേഷമാണ് എനിക്ക് നല്ല രീതിയിലുള്ള ഹൈ പോസ്റ്റ് കിട്ടി. അങ്ങനെ നല്ല രീതിയിൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് എൻ്റെ ഈ തലയുടെ വലത് ഭാഗത്ത് ബാക്ക് സൈഡിൽ പെട്ടെന്നൊരു ബൾജ് ഉണ്ടായി, ഒരു മുഴയുണ്ടായി. അപ്പോൾ ഞാൻ എന്താണെന്നറിയത്തില്ല, എല്ലാ രീതിയിലും ഊർജ്ജസ്വലനായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ സംഭവം. അങ്ങനെ ഞാൻ ബോംബെ സൈൻ ഹോസ്പിറ്റലിലെ ഡോക്ടർ കേര, അദ്ദേഹം അമേരിക്കയിലൊക്കെ പഠിച്ചിട്ട് വന്നയാളാണ്, വളരെ എഫിഷ്യൻ്റ് ഡോക്ടറാണ്. അദ്ദേഹത്തെ പോയി കണ്ടു. അദ്ദേഹം പറഞ്ഞു ഇത് ലാബിൽ പോയി ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് കിട്ടി. അപ്പോൾ എന്നോട് പറഞ്ഞു അത് ഇവിടുന്ന് തലച്ചോറിലേക്ക് പോകുന്നതായിരിക്കുന്ന ഒരു മെംബ്രെയിൻ അത് ദ്രവിച്ചു പോയിട്ട് അതിൻ്റെ പഴുപ്പും വെള്ളവും വന്ന് കെട്ടി നിൽക്കുന്നതാണ്. അതുകൊണ്ട് ഒരാഴ്ചക്കകം അത് ഓപ്പറേഷൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ലോകത്ത് ജീവിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്ന് നമുക്ക് ഫോണൊന്നുമില്ലല്ലോ, നാട്ടിലേക്ക് ടെലിഗ്രാം അടിച്ചു. അപ്പോഴത്തേക്ക് എൻ്റെ മൂത്ത ജ്യേഷ്ഠനും എൻ്റെ അളിയനും കടന്നു വന്നിട്ട് എന്നെ കോട്ടയത്ത് കൊണ്ടുവന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു മേജർ സർജറി എൻ്റെ തലയ്ക്ക് ചെയ്തു. അതിവിടുന്ന് ഇങ്ങനെ അവർ കീറിയെടുത്തു. 4-4.5 മണിക്കൂർ ഓപ്പറേഷനായിരുന്നു. അതിന് ശേഷമായിട്ട്
അവർ ഈ സ്ട്രെച്ചറിൽ ഇങ്ങനെ എന്നെ കിടത്തിയതിന് ശേഷം അനസ്തേഷ്യയുടെ ലാസ്റ്റ് ഇഞ്ചക്ഷൻ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ഗ്യാരണ്ടി തരാൻ ആരുമില്ലായിരുന്നു. എൻ്റെ സ്വന്തം പേഴ്സണൽ ഗ്യാരണ്ടിയിലാണ് ഞാൻ ഓപ്പറേഷൻ ചെയ്തത്. അങ്ങനെ ആ സ്ട്രെച്ചറിൽ കിടന്നുകൊണ്ട് ഞാൻ തീരുമാനമുണ്ട്, കർത്താവേ, ഇനി എനിക്ക് ജീവിക്കാൻ എന്നെ അനുവദിക്കുകയാണെങ്കിൽ ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് പൊയ്ക്കൊള്ളാം എന്ന് പറഞ്ഞ് അങ്ങനെ ആ തീരുമാനത്തിൽ ഞാൻ എന്നെ ഓപ്പറേഷൻ കഴിഞ്ഞു മടങ്ങി വരുന്ന വഴിക്ക് തന്നെ എനിക്ക് ബോധം വീണ്ടും കിട്ടി. അങ്ങനെ ഡോക്ടർമാർക്കൊക്കെ അതിശയമായി, ഇത്രയും മേജർ ഓപ്പറേഷൻ കഴിഞ്ഞ ഒരു വ്യക്തി പെട്ടെന്ന് തന്നെ ബോധാവസ്ഥയിലേക്ക് വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് താങ്ങാനാവാത്തൊരു വലിയ അത്ഭുതമായിട്ട് തോന്നി. അങ്ങനെ അവരെനിക്ക് ചുറ്റും ഏതാണ്ട് 2.5-3 മണിക്കൂർ ഒരു ഒബ്സർവേഷനിൽ വെച്ചു. എനിക്കൊരു കുഴപ്പവുമില്ലായിരുന്നു. അതിനുശേഷമായിട്ട് എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ എൻ്റെ അടുത്ത് നിൽപ്പുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ് എന്നെ എഴുന്നേൽപ്പിച്ചിരുത്താൻ പറഞ്ഞ് എഴുന്നേൽപ്പിച്ചിരുത്തി. അതിനുശേഷം എനിക്കൊരു കുഴപ്പമില്ല, എൻ്റെ തലയ്ക്കൊരു ബാൻഡേജ് ഉണ്ട്, വലിയ ബാൻഡേജ് ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒരു കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് 7-8ാമത്തെ ദിവസം എന്നെ ഡിസ്ചാർജ് ചെയ്തു. ഡിസ്ചാർജ് ചെയ്യുമ്പോഴാണ് ഞാൻ എന്തിനു വേണ്ടി ഓപ്പറേഷൻ ചെയ്തോ ആ ഓപ്പറേഷൻ്റെ റിസൾട്ട് കിട്ടിയപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു ജീവച്ഛവമായിട്ട് മാത്രമേ ഇരിക്കാനേ നിനക്ക് അവകാശമുള്ളൂ. ജീവിതത്തിൽ ഒരിക്കലും ഒരു ജോലിയും ചെയ്യരുത്, ഉറക്കെ പാടരുത്, ഉറക്കെ സംസാരിക്കരുത്, സൈക്കിൾ ചവിട്ടരുത്, ഒരു ജോലിയും ചെയ്യാൻ പാടില്ല. എന്നിട്ട് ഇത്രയും വലിപ്പമുള്ള ഗുളിക 3 നേരം കഴിക്കണം എന്ന് പറഞ്ഞാണ് എനിക്ക് ആ റിസൾട്ടും കൊണ്ടാണ് എന്നെ ഭവനത്തിലേക്ക് ഒരു വെള്ളത്തിൽ വീണ കോഴിയെപ്പോലെ ഞാൻ ആകെപ്പാടെ ഒന്നുമല്ലാത്ത രീതിയിൽ ഒരു മനുഷ്യക്കോലമായിട്ട് ഒരു ജീവച്ഛവമായിട്ട് ഞാൻ എൻ്റെ ഭവനത്തിലെത്തി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ 1982 തോന്നുന്നു, എനിക്ക് ഓർമ്മ ശരിയല്ല, ഞങ്ങളുടെ ചർച്ചിൽ ഇതുപോലെ വാച്ചിനേറ്റ് പ്രെയർ നടന്നു. ആ വാച്ചിനേറ്റ് പ്രെയറിൽ പാസ്റ്റർ ജോഷുവ ഇന്ന് കർത്തസന്നിധി വിശ്രമിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, അവൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങളുടെ സകല രോഗത്തിനും സൗഖ്യം വരുത്തിയിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം വിളിച്ചു പറഞ്ഞു. അപ്പോഴും എൻ്റെ പോക്കറ്റിൽ ഗുളിക ഉണ്ടായിരുന്നു. ഞാൻ ആ ഗുളിക എഴുന്നേറ്റ് പോയി വലിച്ച് എറിഞ്ഞു. തിരിച്ചു വന്ന് ആരാധനയ്ക്ക് മുഴങ്കാലിമ്പേ ഇരുന്നു. ആ ഇരുന്ന സമയം മുതൽ എന്നെ അപാരമായ ഒരു ശക്തി എന്നെ ആവഹിക്കുവാൻ തുടങ്ങി. എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആ ശക്തി എന്നെ വലയം ചെയ്തു. അവിടുന്ന് ആരാധന ഞാൻ അറിയാത്ത രീതിയിൽ അങ്ങ് ആരാധിക്കുവാൻ തുടങ്ങി. ആരാധിച്ച് ആ ആരാധന തീർന്ന് രാത്രി 2-2:30 മണിക്കാണ്. എല്ലാവരും ആത്മാവിൽ നിറഞ്ഞ് ആരാധിച്ചു, ഹോളിലുണ്ടായിരുന്ന സകല ആൾക്കാരും. അതിനുശേഷം 4-4:30 ആയപ്പോഴത്തേക്ക് വാച്ചിനേറ്റ് പ്രെയർ അവസാനിച്ചു. അതിനുശേഷം ഞാൻ ഭവനത്തിലേക്ക് പോകുന്നു. അപ്പോൾ എൻ്റെ ഭവനത്തിൽ നിന്ന് എൻ്റെ അമ്മച്ചി ഈ ആരാധനയ്ക്ക് വാച്ചിനേറ്റ് പ്രെയറിന് കൊണ്ടുവന്നത് എൻ്റെ കൈക്ക് പിടിച്ചാണ് കൊണ്ടുവന്നത്. എനിക്ക് നടക്കാൻ പോലും നിവൃത്തിയില്ലായിരുന്നു. എന്നാൽ അവിടെ ആ ആരാധന കഴിഞ്ഞ് ഞാൻ തുള്ളിച്ചാടിയാണ് വീട്ടിലേക്ക് പോയത്. അന്ന് മുതൽ ഇന്ന് വരെ ഡോക്ടർമാർ പറഞ്ഞായിരിക്കുന്ന ആ മരുന്നുകൾ ഞാൻ എടുക്കുന്നില്ല. എന്നാൽ ഇപ്പോൾ ഞാൻ സൂക്ഷിക്കുന്നത് മുങ്ങിക്കുളിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മാത്രമേ ഞാനിപ്പോൾ നോക്കുന്നുള്ളൂ. ചെവിക്കകത്ത് വെള്ളം കടന്നാൽ പിന്നെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. ആ ഒരു കാര്യം മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ. അങ്ങനെ അന്ന് മുതൽ കർത്താവിൻ്റെ വേലയ്ക്ക് തീരുമാനമെടുത്തു. അതിലെനിക്ക് എൻ്റെ അനുഭവത്തിൽ കൂടെ എനിക്ക് പറയുവാൻ കഴിയുന്ന, ആരെങ്കിലും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചാൽ തന്നെത്താനെ സമർപ്പിച്ച് മുമ്പോട്ട് പോകുന്നതാണ് നല്ലത്. അതല്ല അവനവൻ്റെ വഴിക്ക് തിരിഞ്ഞാൽ കർത്താവ് വിടത്തില്ല. ഏത് വഴിക്ക് കർത്താവ് നമ്മളെ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നോ ആ വഴിക്ക് കർത്താവ് നമ്മളെ തീർച്ചയായും കൊണ്ടുവന്നിരിക്കും. അതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് അങ്ങനെ കർത്താവിൻ്റെ ആലോചനയ്ക്കെതിരായിട്ട്, സമർപ്പണത്തിനെതിരായിട്ട് പോയ ഞങ്ങൾ രണ്ടുപേരും അതേ രീതിക്കാരായിരുന്നു. അപ്പോൾ ആ ഒരു അനുഭവമാണ് എൻ്റെ ജീവിതത്തിൽ. അങ്ങനെയാണ് ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് സമർപ്പിച്ചതും കടന്നു വരുവാനിടയായത്. പിന്നീട് ബൈബിൾ കോളേജിൽ പഠിക്കാൻ കടന്നു പോയിട്ടുണ്ടോ, അതോ സുവിശേഷ വേലയിലേക്ക് നേരിട്ട് പ്രവേശിക്കുകയായിരുന്നു? ഞാൻ ബൈബിൾ കോളേജിൽ നമ്മുടെ അടൂർ ഫെയ്ത്ത് തിയോളജി സെമിനാരി പഠിച്ചിട്ടുണ്ട്. പിന്നെ അവിടുന്ന് ഞാൻ കടന്നുപോയി നാഗപ്പൂർ 2 ബൈബിൾ കോളേജിൽ പഠിച്ചു. അതിനുശേഷം ഡൽഹി പോയി പഠിച്ചു. ഇങ്ങനെ വചനം പഠിക്കാനായിട്ട് കർത്താവ് ഒത്തിരി ഭാഗ്യം തന്നിട്ടുണ്ട്. അപ്പോൾ ഈ പഠനം കഴിഞ്ഞതിന് ശേഷം എവിടേക്കാണ് പാസ്റ്റർ സുവിശേഷ വേല ചെയ്തത്?
ഞങ്ങൾ കർത്താവിൻ്റെ വേല ആരംഭിക്കുന്ന ഞാൻ നാഗപ്പൂർ ടീം വർക്കായിട്ട് പാസ്റ്റർ പോൾ മലേഡി എന്ന് പറയുന്ന വടക്കേന്ത്യയിലാണ് സുവിശേഷ വേല ആരംഭിച്ചത്. ജീവിതം മൊത്തം സുവിശേഷ വേല ആരംഭിച്ചത് വടക്കേ ഇന്ത്യയിൽ തന്നെയാണ്. ഞാൻ നാഗപ്പൂർ ദേവദാസൻ പോൾ മലേഡിയുടെ കീഴിൽ ടീം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് തന്നെ എനിക്ക് 3 ഇടത്ത് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി അവർ എന്നെ ആക്കാനുള്ള അപ്പോയിൻമെൻറ്റ് കിട്ടി. എന്നാൽ ഞാൻ പറഞ്ഞു, ഞാൻ വിവാഹിതനാകാതെ കർത്താവിൻ്റെ വേലയ്ക്ക് സഭാ ശുശ്രൂഷയ്ക്ക് പോകത്തില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ നാട്ടിലേക്ക് അയച്ചു. നാട്ടിലേക്ക് കടന്നു വന്ന അങ്ങനെ പെൺകുഞ്ഞുങ്ങളെ ഒത്തിരി പേരെ ഇൻ്റർവ്യൂ ചെയ്തെങ്കിലും എനിക്ക് സഹധർമ്മിണിയായിട്ട് എൻ്റെ കർത്താവ് പാർട്ട്ണറായി തന്നിരിക്കുന്ന ദേവദാസി അത് വലിയൊരു അത്ഭുതമായിരുന്നു. ഞാൻ ഈ ദേവദാസിയെ കാണുവാൻ ചെല്ലുമ്പോൾ യാതൊരു സൗന്ദര്യവുമില്ല, പറയത്തക്കതായ യാതൊരു ഭംഗിയൊന്നുമില്ല. എങ്കിൽ തന്നെയും എന്താണ് ഉത്തരം പറയേണ്ടത് എന്നെനിക്ക് അറിയത്തില്ലായിരുന്നു. എല്ലാവരും കൂടിയിട്ടുണ്ട്, എല്ലാ കണ്ണുകളും എൻ്റെ മുഖത്താണ്. പെണ്ണ് കാണാൻ ചെന്നതല്ലേ, അപ്പോൾ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ബൈബിൾ ഉണ്ടായിരുന്നു. ബൈബിൾ നോക്കി ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കിയപ്പോൾ ഞാൻ പെട്ടെന്ന് വായിക്കുന്ന ഇറ്റ് ഈസ് ബെറ്റർ ദാൻ ഗോൾഡ്, ഇറ്റ് ഈസ് ബെറ്റർ ദാൻ സിൽവർ എന്ന് ശലോമോൻ പറഞ്ഞിരിക്കുന്ന വാക്യം ഞാൻ വായിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് കർത്താവിൻ്റെ ആലോചനയാണ്. അത് ആ വചനം പറഞ്ഞതുപോലെ തന്നെ ഉള്ളതായിരിക്കുന്ന ഒരു കൂട്ടുകാരിയെയാണ് എൻ്റെ കർത്താവ് എന്നോട് ചേർത്ത് ജീവിക്കുവാൻ അനുവദിച്ചത്. ആ വചനപ്രകാരം തന്നെ ഇന്നും എൻ്റെ സ്വന്തം അമ്മ കഴിഞ്ഞാൽ പിന്നെ എന്നെ കൂടുതൽ പരിപാലിക്കുകയും കർത്താവിൻ്റെ വേലയിൽ കൈത്താങ്ങൽ തന്ന് ഈ നിമിഷം വരെ ഒരുമിച്ച് നിൽക്കുവാനിടയായത് എൻ്റെ സഹധർമ്മിണിയാണ്. അതിനോട് ഞാൻ എപ്പോഴും നന്ദിയുള്ളവനാണ്. കർത്താവ് അങ്ങനെ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. നാഗ്പൂരിലാണ് സുവിശേഷ പ്രവർത്തനം ആരംഭിച്ചത് അല്ലേ? അതെ, നാഗ്പൂരിൽ. സുവിശേഷ പ്രവർത്തനം ആരംഭിച്ചതൊന്ന് പറയാമോ? സുവിശേഷ വേല ഞങ്ങൾ ആരംഭിച്ചത് ഞങ്ങളുടെ കല്യാണം 1989 ജൂൺ 19 ഞങ്ങളുടെ വിവാഹം നടക്കുന്നത്. വിവാഹം നടന്നു, വീട്ടിൽ വന്നു. പിറ്റേ ദിവസം അതിഘോരമായ മഴയായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും സാധനങ്ങൾ പാക്ക് ചെയ്ത് ആ മഴയത്ത് തന്നെ ഞങ്ങൾ യാത്ര തിരിച്ചു ബോംബെയിലേക്ക്. അവിടുന്ന് യാത്ര തിരിച്ച് ഞങ്ങൾ വന്ന് ബോംബെ താമസിക്കുമ്പോൾ ഒരു ഒറ്റ മുറി മാത്രമുള്ളതായിരിക്കുന്ന ഒരു വീടാണ്. ആ വീട്ടിൽ ഭാര്യയും ഭർത്താവും 2 കുഞ്ഞുങ്ങളും ഉണ്ട്. അവരുടെ കൂടെ 2 മിഷണറിമാരുണ്ട്. അതുകൂടാതെ ഞങ്ങൾ അവിടെ ഞങ്ങൾക്ക് വിശ്രമിക്കാൻ ലഭിച്ച സ്ഥലം ബാത്റൂമിൻ്റെ മുമ്പിലാണ് ഞങ്ങൾക്ക് വിശ്രമിക്കാൻ ലഭിച്ച സ്ഥലം. 1 മണിക്കൂർ വെള്ളം വരും. ചിരട്ടയിൽ പോലും വെള്ളം പിടിച്ച് എല്ലാവരും അലക്കി കുളിച്ച് ചിരട്ടയിൽ പോലും വെള്ളം പിടിച്ച് വെച്ചില്ലെങ്കിൽ മാത്രമേ ആ 1 മണിക്കൂർ കൊണ്ട് എല്ലാവരും ആ അഡ്ജസ്റ്റ്മെൻറ്റ് ജീവിക്കണം. അങ്ങനെ ഞങ്ങൾ രാവിലെ 9 മണിക്ക് 2 തോളത്തും ബാഗ് നിറച്ച് ട്രാക്റ്റും ബുക്ക്ലെറ്റുകളുമായിട്ട് ഞങ്ങൾ 2 പേരും ഇറങ്ങും. കോരിച്ചൊരിയുന്ന മഴയത്തും ബോംബെയുടെ ഗല്ലികളിൽ ഞങ്ങൾ സുവിശേഷ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർ പറയും, ഇപ്പോഴാണോ നിങ്ങൾക്കിത് കൊടുക്കാൻ കണ്ട സമയം? ഞാൻ പറഞ്ഞു, ദൈവത്തിൻ്റെ സ്നേഹം പങ്കുവയ്ക്കുന്നതിൽ ഞങ്ങൾക്ക് സമയമൊന്നുമില്ല. രാത്രിയും പകലും ഞങ്ങൾ ഒരുപോലെയാണ് ദൈവസ്നേഹം പങ്കുവയ്ക്കുന്നത് എന്ന് പറഞ്ഞ് അങ്ങനെ മുൻപോട്ട് അവിടെ തന്നെ ട്രാക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ വന്ന് ഞങ്ങളുടെ പുറകിൽ തട്ടി കൂടെ വരാൻ പറഞ്ഞു. അവർ വേറെ ആരുമല്ലായിരുന്നു, ശിവസേനയുടെ ഓഫീസായിരുന്നു. ശിവസേനക്കാർ അന്ന് ഇപ്പോഴുള്ളതിനെ കഴിഞ്ഞ് ഭയാനകമായ ഒരു പാർട്ടിയായിരുന്നു. അവർ ജീവനോടെ കണ്ണ് ചൂഴ്ന്നെടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ അവരെന്നെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഞങ്ങൾ വളരെ പേടിച്ചു. കാരണം അവരുടെ കൈ കിട്ടിയാൽ ഞങ്ങളെ ജീവനോടെ വിടത്തില്ല. അങ്ങനെ ഞങ്ങൾ അവരുടെ കൂടെ പോയി. അവിടെ ചെന്ന് അവിടെയാണ് ദൈവപ്രവൃത്തി വെളിപ്പെട്ടത്. ഞങ്ങൾ 2 പേരും കണ്ട ഉടനെ അവർ പറഞ്ഞു, കയ്യിൽ എന്താണെന്ന് ചോദിച്ചു. കയ്യിൽ ഇതാണെന്ന് പറഞ്ഞു. അതാ ഒന്നുകൂടി ഇങ്ങോട്ട് തരാൻ പറഞ്ഞു. അത് കൊടുത്തു. അപ്പോൾ അത് പാക്ക് ചെയ്ത സാധനമായിരുന്നു. ബൈബിളും ലഘുലേഖയും. അത് പുറം കണ്ടു കഴിഞ്ഞാൽ ബൈബിളാണെന്ന് അറിയത്തില്ല. അതുപോലെ ഞങ്ങൾ പാക്ക് ചെയ്തായിരുന്നു. രാത്രിയിൽ അത് ഞങ്ങൾ പാക്ക് ചെയ്യും, എന്നിട്ടാണ് രാവിലെ കൊണ്ട് കൊടുക്കുന്നത്. അങ്ങനെ അവർ ആ കവർ പൊട്ടിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ അവിടുന്ന് ആ ഇടം കാലിയാക്കി ഞങ്ങൾ വളരെ വേഗത്തിൽ അവിടുന്ന് നടന്നുപോയി. ആരെങ്കിലും പുറകെ വരുന്നുണ്ടോയെന്ന് നോക്കി ഞങ്ങൾ പോയി. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ അങ്ങനെ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ താന ഉല്ലാസ് നഗറിൽ നമ്മുടെ IPC ചർച്ചുണ്ട്. അവിടെ നമ്മൾ പാസ്റ്റർ KT തോമസ് വന്നപ്പോൾ ഞങ്ങൾ പോയി കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഡൽഹിക്ക് പോരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ
നാഗപ്പൂർ ആദ്യം പ്രവർത്തനം ആരംഭിച്ചു. അതിനുശേഷം ബോംബെയിൽ വന്നു. ബോംബെയിൽ നിന്നാണ് ഞങ്ങൾ തോമാച്ചാൻ്റെ കൂടെ ഞങ്ങൾ ഡൽഹിക്ക് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഡൽഹിയിൽ ഏതാണ്ട് 45 കൊല്ലത്തോളം കർത്താവിൻ്റെ വേല ചെയ്ത് അത് ഇപ്പോൾ നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് 2 കൊല്ലം കഴിഞ്ഞു. ഡൽഹിയിലെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഒന്ന് വിവരിക്കാവോ? അവിടെ അനുഭവിച്ച കഷ്ടതകൾ, അവിടത്തെ സുവിശേഷ പ്രവർത്തനങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് കാര്യമായിട്ടൊന്ന് വിശദീകരിച്ച് പറയാമോ? പറയാം. ആമേൻ. ഞങ്ങൾ ഡൽഹിയിൽ ആദ്യം കർത്താവിൻ്റെ വേല ആരംഭിച്ചത് ഗാസിപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് ഈ എരുമകളെ വളർത്തുന്ന സ്ഥലമാണ് ഗാസിപ്പൂർ. അന്നത്തെ ഗാസിപ്പൂർ. ഇന്ന് അവിടെയൊക്കെ ഒത്തിരി ഡെവലപ്പായിട്ടുണ്ട്. അവിടെ ഈ ജനൽ ചില്ലകളെല്ലാം പൊട്ടിക്കിടന്ന ഒരു ഫ്ലാറ്റിലാണ് ഞങ്ങളെ കൊണ്ട് താമസിപ്പിച്ചത്. അപ്പോൾ ഞങ്ങളുടെ കൂടെ കുരങ്ങന്മാർ വന്ന് ഇങ്ങനെ ഇരിക്കും. ഞങ്ങൾ കിടക്കാൻ അവിടെ കട്ടിലും ഒന്നും ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് കയ്യിൽ പേപ്പർ ഉണ്ടായിരുന്നു. ആ പേപ്പർ നിലത്ത് വിരിച്ച് ഒത്തിരി പൊടി പിടിച്ചൊരു ഫ്ലാറ്റായിരുന്നു. ആ ഫ്ലാറ്റിലെ പൊടിയെല്ലാം പേപ്പർ കൊണ്ടിങ്ങനെ കുറച്ചൊക്കെ മാറ്റിയുമ്പോൾ ഞങ്ങൾ ആ പൊടിക്കകത്ത് ഞങ്ങൾ ഈ പേപ്പർ വിരിച്ചങ്ങ് കിടന്നു. എന്തായാലും ഉറങ്ങിയല്ലേ പറ്റൂ. അങ്ങനെ നോക്കുമ്പോൾ ഉണ്ട് കുറേ കുരങ്ങന്മാർ വന്ന് ഞങ്ങളുടെ തലപ്പത്തിരിപ്പുണ്ട്. ഈ കുരങ്ങന്മാർ ഞങ്ങളെ ഉപദ്രവിച്ചില്ല. എന്താ കാര്യം എന്ന് അറിയില്ല. ഞങ്ങൾ കഴിക്കാൻ വേണ്ടി 1-2 ആപ്പിൾ വാങ്ങിച്ചുകൊണ്ട് വന്നു. ആപ്പിളെല്ലാം കൂടെ ഞങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോയി. എന്നിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. അവിടുന്ന് ഞങ്ങൾ ഒരു വിധത്തിൽ അവിടെ 2 മാസത്തോളം അവിടെ താമസിച്ചു. അതിനുശേഷം തോമാച്ചാൻ പറഞ്ഞു, നിങ്ങൾ ഗ്രീൻ പാർക്കിൻ്റെ പോര് ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ മേളിൽ താമസിച്ച് കർത്താവിൻ്റെ വേല ചെയ്തു. അങ്ങനെ IPC നോർത്തേൺ റീജിയൻ്റെ ഓഫീസിൽ ജോലിയല്ല വർക്ക് ചെയ്യാൻ, സുവിശേഷ വേലയുടെ ഭാഗമായിട്ട് നിന്ന് വർക്ക് ചെയ്യുവാനായിട്ട് കർത്താവിൻ്റെ ദാസൻ എന്നോട് പറഞ്ഞു. ഞാൻ അങ്ങനെ ചെയ്തു. അതിനുശേഷമായിട്ട് അശോക് വിഹാർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഞങ്ങളെ അയച്ചു. അവിടെ പുതിയ വേല സ്ഥലമായിരുന്നു. അവിടെ ഞങ്ങൾ അങ്ങനെ വർക്ക് ചെയ്ത് ആൾക്കാരെല്ലാം ഇങ്ങനെ ചോദിക്കും, നിങ്ങൾക്ക് ഇത്രയും വിദ്യാഭ്യാസമുള്ളവരല്ലേ, നിങ്ങൾ എന്തുകൊണ്ട് ജോലിക്ക് പോകുന്നില്ല, അല്ലെങ്കിൽ ട്യൂഷൻ എടുത്തോ, നിങ്ങൾക്ക് കാശ് കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ വീട് വീടാന്തരം കയറി ഇറങ്ങുന്ന സമയത്താണ്. അങ്ങനെ അവിടെ ഒരു മുറി മാത്രമുള്ളായിരിക്കുന്ന ഒരു ഫ്ലാറ്റിൽ കൊണ്ട് താമസിപ്പിച്ചു. ഡാർജിലിംഗുകാരനായ ഒരു ഡേവിഡ് എന്ന് പറയുന്ന ഒരു സഹോദരൻ ഞങ്ങളുടെ കൂടെ താമസിച്ചു. ഞങ്ങൾക്ക് അന്ന് സപ്പോർട്ട് തരുന്നത് മാസം 500 രൂപയാണ് സപ്പോർട്ട് തരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നടത്തിക്കോണം. അങ്ങനെ ഞങ്ങൾ ആ ഫ്ലാറ്റിൽ താമസിച്ച് രാവിലെ ഇതുപോലെ ബോംബെയിൽ ഞങ്ങൾ ചെയ്തതുപോലെ തന്നെ രാവിലെ 9-9:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി 2 തോളത്തും ബാഗ് തൂക്കിയിട്ടുണ്ട് ഞങ്ങൾ ഗലിയായിട്ട് നടന്നുപോയി കർത്താവിൻ്റെ വേല ചെയ്തു. ഒരു അമ്പലത്തിൻ്റെ മുമ്പിൽ ചെന്നപ്പോഴത്തേക്ക് അവർ വടി കൊണ്ട് ഞങ്ങളെ അടിച്ച് അവിടുന്ന് പട്ടിയെ പോലെ ഓടിച്ചു. എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് ഓടി തിരിച്ച് വരുന്ന സമയത്ത് ആ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ട്രാക്ട് കൊടുത്തിട്ട് ഞങ്ങൾ അവിടുന്ന് വേഗം നടന്നു പോയി. അങ്ങനെ അവിടെ വർക്ക് ചെയ്ത് ഞങ്ങൾ ആദ്യത്തെ ആരാധന ആരംഭിച്ചു. അന്ന് 7 പേര് ആരാധനയ്ക്കുണ്ടായിരുന്നു, 6 ഹിന്ദിക്കാരും 1 മലയാളിയും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അശോക് വിഹാർ, ഡൽഹിയിൽ അശോക് വിഹാർ എന്ന് പറയുന്ന സ്ഥലത്ത് പ്രവർത്തിച്ച് അങ്ങനെ 7 പേര് ആദ്യത്തെ ആരാധനയ്ക്കുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കതൊരു സംതൃപ്തിയായിരുന്നു. കാര്യം 6 ഹിന്ദിക്കാരും 1 മലയാളിയും, അവരാരും രക്ഷിക്കപ്പെട്ടവരല്ലായിരുന്നു. അപ്പോൾ 7 എന്ന് പറയുന്നത് ഒരു പൂർണ്ണസംഖ്യയാണെന്ന് നമുക്ക് തിരുവനന്തപുരത്ത് പഠിക്കാൻ കഴിയുന്നത്. അപ്പം ഞങ്ങൾക്ക് അത് വലിയൊരു സംതൃപ്തിയായിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കേന്ദ്രത്തിൽ നിന്ന് ഓർഡർ വന്നു, ഞങ്ങൾക്ക് കിങ്സ് ക്യാമ്പ് IPCയിലേക്ക് അവിടെ പോയി ചാർജ് എടുക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ നിർബന്ധമായിട്ട് ഞങ്ങൾ ആ വർക്ക് വേറെ ഒരാളെ ഏൽപ്പിച്ചു. നമ്മുടെ രാജഗോപാലൻ നായർ എന്ന് പറയുന്ന ദൈവദാസൻ, അന്ന് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്ത ആളാണ്. അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ കിങ്സ് ക്യാമ്പിലേക്ക് പോയി. കിങ്സ് ക്യാമ്പ് എന്ന് പറയുന്നത് പണ്ട് കാലത്തെ പട്ടാള ക്യാമ്പായിരുന്നു. അതിനാണ് കിങ്സ് ക്യാമ്പ് എന്ന് പറയുന്നത്. അവിടെ ഇന്ന് വളരെ ഡെവലപ്പായിട്ടുണ്ട്. അന്ന് നോർത്ത് ഡൽഹിയിൽ പെന്തക്കോസ് ആരാധനകൾ ഉണ്ടായിരുന്നത് ഇത് മാത്രമാണ്. അത് പാസ്റ്റർ KG ശാമുവേൽ ആരംഭിച്ചതായിരുന്നു. അതിന് ശേഷമായിട്ട് ഞങ്ങൾ ചെന്ന് പാസ്റ്റർ PT അലക്സാണ്ടർ അവിടെ നിന്ന് പോകുമ്പോൾ ഞങ്ങളെ അവിടെ ആക്കിയിട്ട് ആ വർക്ക് ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് അങ്ങനെ കർത്താവിൻ്റെ വേല അവിടെ 5 കൊല്ലം കർത്താവിൻ്റെ വേല ചെയ്തു. കർത്താവിൻ്റെ കൃപയാൽ അവിടെ ഒത്തിരി പേരെ സ്നാനപ്പെടുത്താനുമൊക്കെ കർത്താവ് ഇടയാക്കി.
അതിന് ശേഷമായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഫരീദാബാദിലേക്ക് പോയി. ഫരീദാബാദിലേക്ക് ട്രാൻസ്ഫർ തന്നു. അവിടേക്ക് ഞങ്ങൾ പോയി. അവിടെ ചെന്ന് കർത്താവ് അവിടെ വളരെ അത്ഭുതങ്ങൾ ചെയ്യുവാനിടയായി തീർന്നു. ഞങ്ങളിങ്ങനെ അതായത് മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളമെല്ലാം നമ്മുടെ അടുക്കളയ്ക്കകത്ത് ഇങ്ങനെ പൊങ്ങും. അങ്ങനെയുള്ളൊരു അനുഭവമായിരുന്നു. കുഞ്ഞുങ്ങൾ രണ്ടുപേരും ഭയങ്കരമായ വ്യാധികളാൽ മരണത്തോട് മല്ലടിച്ചു. അവിടെയെല്ലാം കർത്താവ് രക്ഷിച്ചു. കാരണം കുടിവെള്ളം കുടിക്കാൻ പറ്റാത്ത വെള്ളമായിരുന്നു. അങ്ങനെ ആ വെള്ളം കുടിച്ച് കുഞ്ഞുങ്ങൾ രണ്ടുപേരും മഞ്ഞപ്പിത്തം കൊണ്ട് മരണത്തോട് മല്ലടിച്ചു. എന്നാലും കർത്താവ് അവിടെ നിന്ന് രക്ഷിച്ചു. അങ്ങനെ ഞങ്ങളവിടെ ആ കോളനി മുഴുവനും കയറി ഇറങ്ങി നടന്നു. അപ്പോൾ ഒരു പട്ടാളക്കാരൻ്റെ ഒരു മകള് കൈയും കാലും തളർന്നിരിക്കുന്ന ഞങ്ങൾ അവിടെ ചെന്ന് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ പോന്നു. എന്നാൽ കർത്താവിലുള്ള വിശ്വാസത്തെ ഞങ്ങൾ പോന്നു. എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാൻ. എന്നാൽ പിറ്റേ ആഴ്ചയിൽ ആ പിതാവ് വന്ന് പറഞ്ഞു, പാസ്റ്റർജി എൻ്റെ കുഞ്ഞിന് പൂർണ്ണമായ സൗഖ്യമായെന്ന് പറഞ്ഞു. ആ കുഞ്ഞിൻ്റെ കൈയും കാലും തളർച്ച മാറി. അതിന് സംസാരിക്കുവാൻ നിവൃത്തിയില്ലായിരുന്നു. അത് സംസാരിക്കാനും തുടങ്ങി. അങ്ങനെ ആ കൊല്ലം ഡിസംബർ മാസം 25-ാം തീയതി ക്രിസ്മസിൻ്റെ പ്രോഗ്രാമായിട്ട് ആ കോളനി, സഞ്ജയ് കോളനി മുഴുവനും ആ കുഞ്ഞിനെ കൊണ്ട് സാക്ഷ്യം പറയിച്ചു. ഏതാണ്ട് 360ഓളം കോണ്ടാക്റ്റുകൾ ഞങ്ങൾ ലഭിച്ചു. അങ്ങനെ വളരെ അടുക്കും ചുട്ട് ആരാധനയൊക്കെ നടത്തി പോരുന്ന സമയത്ത് ആ മലയാളം ചർച്ചിനെ ഞങ്ങൾ മുഴുവനുമായിട്ട് ഹിന്ദി ആരാധനയാക്കി മാറ്റിയിട്ട് ഞങ്ങൾ അവിടുന്ന് തിരിച്ച് ഞങ്ങൾ ട്രാൻസ്ഫറായിട്ട് ഞങ്ങൾ ദിൽഷാദ് ഗാർഡനിലേക്ക് വന്നു. ദിൽഷാദ് ഗാർഡനിൽ വരുമ്പോൾ അവിടെ ഞങ്ങൾക്ക് വാടകയ്ക്ക് പോലും വീട് കിട്ടാനില്ല. ആരാധനയ്ക്കെന്ന് പറഞ്ഞാൽ, പ്രാർത്ഥനയ്ക്കെന്ന് പറഞ്ഞാൽ ആരും വീട് തരാറില്ല. എന്നാലും അപ്പോൾ ദേവദാസൻ കേന്ദ്രത്തിൽ നിന്ന് പറഞ്ഞു, ജോയ് പാസ്റ്റർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വാടകയ്ക്ക് പോലും അവിടെ വീടില്ല, നിങ്ങൾ എങ്ങനെ പോകും? ഞാൻ പറഞ്ഞു, കർത്താവ് ഞങ്ങളെ അവിടെ അയക്കുകയാണെങ്കിൽ ഫുട്പാത്തിൽ കിടന്നാലും ഞങ്ങൾ പോകും, ഞങ്ങൾ പോകാൻ തയ്യാറാണെന്ന് പറഞ്ഞു. ഞങ്ങളൊരു വെള്ളിയാഴ്ച അവിടെ ഞങ്ങൾ സാധനങ്ങളുമായിട്ട് വന്നപ്പോഴത്തേക്ക് വിശ്വാസികൾ പറഞ്ഞു, ഞങ്ങളുടെ ആരുടെയും വീട്ടിൽ സാധനങ്ങൾ വയ്ക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് സാധനങ്ങൾ ഇറക്കി വയ്ക്കാൻ വീടില്ല. അങ്ങനെ AG ചർച്ചിൽ ഒരു വിശ്വാസി ജോർച്ചാൻ വന്ന് എന്നോട് പറഞ്ഞു, പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ സാധനങ്ങൾ ഇറക്കി വെച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ആ സാധനങ്ങൾ അവിടെ ഇറക്കി വെച്ചു. അതിനുശേഷമായിട്ട് അന്ന് അവിടെ രാപാർത്തു. രാവിലെ എഴുന്നേറ്റ് തങ്കച്ചാൻ വന്ന് പറഞ്ഞതുപോലെ നമുക്ക് ജോൺസൻ്റെ ബ്രദറിൻ്റെ വീട്ടിൽ പോയി പാർക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഇരുന്ന് രാത്രി വിശ്രമിച്ച ശേഷമായിട്ട് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, ഇന്ന് നിങ്ങൾക്ക് സ്വന്തമായ ഭവനം ലഭിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ കർത്താവിലുള്ള വിശ്വാസത്തെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ അച്ചൻകുഞ്ഞ് ബ്രദറിനോട് ഒന്ന് പറഞ്ഞു, ഇന്ന് ഡ്യൂട്ടിക്ക് പോകരുത്, ഇന്ന് കർത്താവ് നമുക്ക് വീട് തരുമെന്ന് പറഞ്ഞു, സ്വന്തമായിട്ടുള്ള. അങ്ങനെ വീട് ഞാൻ ഈ അച്ചൻകുഞ്ഞ് ബ്രദറിനെ കൂട്ടിക്കൊണ്ട് ഞങ്ങൾ വീട് അന്വേഷിച്ചു. 4 വീട് കണ്ടു. 5ാമത്തെ വീട് ഇന്ന് IPC ദിൽഷാദ് ഗാർഡനിന് വേണ്ടി ദൈവമായ കർത്താവ് ഒരു മനോഹരമായ ഹോള് അവിടെ തീർക്കുവാൻ ഇടയായിത്തീർന്നു. ഞങ്ങളവിടെ ചാർജ് എടുത്തതിൻ്റെ 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഹോളിൻ്റെ ഉദ്ഘാടനം നടത്തുവാൻ കർത്താവ് കൃപ ചെയ്തു. അങ്ങനെ ഞങ്ങളവിടെ 3 കൊല്ലം ശുശ്രൂഷിച്ചതിന് ശേഷമായിട്ടാണ് പിന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ച് മായാപുരിയിലേക്ക് ഞങ്ങൾ വരുന്നത്. മായാപുരിയിൽ വന്നപ്പോൾ അവിടെ വിശ്വാസികളെല്ലാം ചെതറിപ്പോയിരുന്നു, ആരും ഉണ്ടായിരുന്നില്ല. ഒരു വിശ്വാസി, പിരിഞ്ഞുപോയ വിശ്വാസി ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ 6 മാസം അല്ലെങ്കിൽ 1 വർഷം അതിൽ കൂടുതൽ നിങ്ങളിവിടെ ഇരുത്തത്തുമില്ലെന്ന് പറഞ്ഞു. ശരിയാട്ടെ, നമുക്ക് ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കാം. ആ സഹോദരൻ എന്നോട് പറഞ്ഞു, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണേ ഭാഷ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പറയാം. ഏതായാലും ആ മായാപുരിയിൽ വളരെയധികം കഷ്ടതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 1 മാസത്തിൽ 2 പ്രാവശ്യം ഞങ്ങൾക്ക് വീട് മാറേണ്ടതായിട്ട് വന്നു. 1 മാസത്തിൽ ഈ സാധനങ്ങളെല്ലാം, ഒരു വീട്ടിൻ്റെ സാധനങ്ങളെല്ലാം വലിച്ചുകൊണ്ട് കൊണ്ടുപോകാനും അതിനെ സെറ്റപ്പ് ചെയ്യാനും വളരെയധികം പാടുപെട്ടു. അന്ന് എൻ്റെ കുഞ്ഞുങ്ങൾ തീരെ ചെറിയ കുഞ്ഞുങ്ങളാണ്. ഞങ്ങൾ 2 പേരും അങ്ങനെ കൂലി കൊടുത്ത് ചെയ്യിപ്പിക്കാനായിട്ടുള്ള സാമ്പത്തികം പോരായല്ലോ. അങ്ങനെ ഞങ്ങൾ ഏതായാലും അത് കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ ദൈവം ഞങ്ങളെ ബലപ്പെടുത്തി. അങ്ങനെ ആ മായാപുരി ഞങ്ങൾ 6 മാസം അല്ലെങ്കിൽ 1 വർഷം മാത്രമേ നിങ്ങളവിടെ കാണത്തുള്ളൂ എന്ന് പറഞ്ഞ ആ സ്ഥാനത്ത് കർത്താവ് ഞങ്ങൾ 8 കൊല്ലം അവിടെ നിർത്തി. 8 കൊല്ലം അവിടെ നിർത്തി. ഒരു പ്രാവശ്യം അവിടുന്ന് തന്നെ കർത്താവ് വിദേശത്തേക്ക് അയച്ചു. അതിനുശേഷമായിട്ട് തിരിച്ച് വന്ന് അവിടുന്ന് ഞാൻ 25,000 രൂപ കൊടുത്തിട്ട് ഒരു വീട് വാടകയ്ക്ക് വാങ്ങിച്ച്
അതിൽ ആരാധന നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മകൻ്റെ കല്യാണം വന്ന് കാലിയാക്കാൻ പറഞ്ഞു. ഞങ്ങൾ കാലിയാക്കിയും വെച്ച് കർത്താവിനോട്, കർത്താവേ ഇനി ഞങ്ങൾ എവിടെ പോകണം, ഇനി ഞങ്ങൾ എവിടെയാണ് പോകുന്നത്, ഇനി ഞങ്ങൾക്ക് വീട് കിട്ടാനില്ലല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരാരാധനയ്ക്ക് ശേഷം 2-3 സഹോദരന്മാരെയും കൂട്ടി ഞങ്ങൾ വീട് അന്വേഷിക്കാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് അങ്ങോട്ട് ചെല്ലും ഒരു ഹിന്ദി സഹോദരനെ കണ്ടു. അദ്ദേഹം എന്നോട് ചോദിച്ചു, പാസ്റ്റർജി എവിടെ പോകാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വീട് വേണമെന്ന് പറഞ്ഞു. ആ സഹോദരൻ എന്നോട് പറഞ്ഞു എൻ്റെ കൂടെ വാ, ഞാൻ വീട് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പഞ്ചാബി സർദാർജിയുടെ ഒരു വീട്, മനോഹരമായ ഒരു വീട് 4-ാം നിലയിലാണ്. അത് ഒരു 10-50 പേർക്ക് ഒരുമിച്ചിരിക്കാം. എന്നിട്ട് 2 ബെഡ്റൂമുണ്ട്, പിന്നെ കിച്ചണ്, ബാത്റൂം, മേളിൽ ഛത്തുണ്ട്, സ്വന്തം മോട്ടർ, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അങ്ങനെ ആ വീട് അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2003-04 ആ വീട് ഞങ്ങൾ വാടകയ്ക്കെടുത്ത് അവിടെ ആരാധന ആരംഭിച്ചു, IPC നോർത്തേൺ റീജിയനുള്ള ബന്ധത്തിൽ. അങ്ങനെ ആ കർത്താവിൻ്റെ കൃപയാൽ ഇന്ന് അന്ന് വാടകയ്ക്കെടുത്ത ആ വീട് ഇന്ന് അവർ സ്വന്തമായി വാങ്ങിക്കുവാനായിട്ട് ആ ഫ്ലാറ്റിൻ്റെ മുകളിൽ അവർ ആരാധനയ്ക്ക് വേണ്ടി ഹോള് പണിത് ഈ കഴിഞ്ഞ മാസം അതിൻ്റെ ഉദ്ഘാടനമായിരുന്നു. അതിനുശേഷമായിട്ട് ഞങ്ങൾ അവിടുന്ന് ട്രാൻസ്ഫറായിട്ട് ഞങ്ങൾ നാരായണയ്ക്ക് വന്നു. നാരായണ IPC ഞങ്ങൾ പിന്നെ അവിടുന്ന് ഞങ്ങൾ തിരിച്ച് ഹിന്ദിക്കാരുടെ വേല ഏറ്റെടുത്ത് ഹിന്ദിയിലും മാത്രമുള്ളായിരിക്കുന്ന ശുശ്രൂഷ ചെയ്ത് അങ്ങനെ അവിടുന്ന് ഞങ്ങൾ കിഷൻഗഡ് എന്ന് പറയുന്ന സ്ഥലത്ത്, വസന്തകുഞ്ച് കിഷൻഗഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ഹിന്ദിക്കാരുടെ വേല ആരംഭിച്ച് അങ്ങനെ അവിടെ 3-4 ചർച്ചുകൾ നമ്മളോട് ചേർന്ന് ഹിന്ദി ചർച്ചുകൾ മാത്രം കടന്നു വന്നു. അതിനുശേഷമായിട്ട് മായാപുരിയിൽ, സീമാപുരി, അതുപോലെ തന്നെ പടിഞ്ഞാറൻ ഡൽഹിയിലെ ഛത്തർപൂർ, അതുപോലെ തന്നെ നമ്മൾ രമേശ് നഗർ, അവിടെയെല്ലാം ചർച്ചുകൾ നമുക്ക് ഹിന്ദി ചർച്ച് കൂട്ടായ്മകളുണ്ടായി. അങ്ങനെ ഞങ്ങൾ വളരെ സന്തോഷമായിട്ട് ഹിന്ദിക്കാരാണെങ്കിലും വളരെ ആത്മാർത്ഥതയുള്ളവരും ദൈവഭക്തിയുള്ളവരും അതുപോലെ തന്നെ ഒത്തിരി വേർപാടും വിശുദ്ധിയൊന്നും ഇല്ലെങ്കിലും അവരൊക്കെ വലിയ ആത്മാർത്ഥതയുള്ളവരായിരുന്നു. അങ്ങനെ അവർ ഞങ്ങളെ പോറ്റുകയും പുലർത്തുകയും ഒരു കൂടപ്പുറപ്പെന്നോണം അവരെല്ലാവരും ഞങ്ങളെ കരുതി. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും അതുപോലെ ആരുപോലും ഞങ്ങളുടെ വീട്ടിൽ നിന്നോ നാട്ടിൽ നിന്നോ ഞങ്ങളുടെ ബന്ധുമിത്രാദികളോ ചാർച്ചക്കാരോ ആരും ഞങ്ങൾക്കൊരു ഫോൺ പോലും ചെയ്യത്തില്ലായിരുന്നു. ഒരു ഫോൺ കോൾ കൊണ്ട് പോലും ഞങ്ങൾക്കൊരു ആശ്വാസമായിട്ട് നോർത്ത് ഇന്ത്യയിലെ വേലയിൽ ഞങ്ങൾക്കില്ലായിരുന്നു. എന്നാൽ കർത്താവ് ഭയങ്കരമായിട്ട് ഞങ്ങളെ നടത്തി. ഞാൻ പറയുന്നത് കർത്താവിൻ്റെ പ്രവൃത്തി, കർത്താവിൻ്റെ കരുതൽ യഥാർത്ഥമായിട്ട് അനുഭവിച്ചറിയണമെങ്കിൽ നോർത്ത് ഇന്ത്യക്ക് പോകണം. അതാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയുവാനുള്ളത്. അങ്ങനെ കർത്താവ് അതിശയകരമായിട്ട് അവിടെ കിഷൻഗഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനോട് ചേർന്ന് പല സ്ഥലങ്ങളിലും വേല വ്യാപരിച്ചു. ഹരിയാനയിലും UP-യിലും പഞ്ചാബിലും ഒക്കെ കടന്നുപോയി. ഇന്നും അവിടെ സഭകളുണ്ട്. അത് പ്രവർത്തിപ്പാൻ കർത്താവ് ഇടയാക്കി, അനേകരെ സ്നാനപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. എത്ര വർഷം നോർത്ത് ഇന്ത്യയിൽ സുവിശേഷ വേല ചെയ്തു? ഞങ്ങൾ 1972 നാട്ടിൽ നിന്ന് നോർത്ത് ഇന്ത്യക്ക് പോയതാണ്. 1972 നോർത്ത് ഇന്ത്യക്ക് പോന്നു. അങ്ങനെ എൻ്റെ സ്വന്തം നാട്ടിൽ എന്നെ അറിയാവുന്നൊരു വളരെ ചുരുക്കമാണ്. എനിക്കും അങ്ങനെ ഇപ്പോഴാണ് ഞാൻ ബന്ധുമിത്രാദികളെയൊക്കെ പരിചയപ്പെട്ട് വരുന്നത്. നോർത്ത് ഇന്ത്യയിൽ ചെന്നിട്ട് പട്ടിണി കിടക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വന്നിട്ടുണ്ടോ? ഒത്തിരി. ഞാൻ ബോംബെയിൽ ചെന്നപ്പോൾ എനിക്ക് ബോംബെയിൽ ചെന്നപ്പോൾ അവിടെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് എല്ലാവരും വലിയ ധനാട്ടിന്മാരായ വിശ്വാസികളൊക്കെ ഉള്ള പട്ടണമാണ്. എങ്കിൽ തന്നെയും നമുക്ക് ആരെയും പരിചയമില്ലാത്തത് കൊണ്ട് നമുക്ക് അന്ന് 25 പൈസയ്ക്ക് ഒരു ബന്ന് കിട്ടുമായിരുന്നു. ആ 25 പൈസയുടെ ബന്ന് വാങ്ങിച്ച് കഴിച്ചും വെച്ച് ഞാൻ 4 ദിവസം ഞാൻ ചുറ്റി സഞ്ചരിച്ച് കർത്താവിൻ്റെ വേല അവിടെ സാക്ഷ്യം പറയാനിടയായിരുന്നു. അതിനുശേഷമായിട്ടാണ് പിന്നെ നാട്ടിലേക്ക് വന്ന് കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ അവിടുന്ന് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് പട്ടിണി കിടക്കേണ്ടതായിരിക്കുന്ന അനേക സന്ദർഭങ്ങളും കുഞ്ഞുങ്ങൾക്കൊന്നും ഇല്ലാത്തൊരവസ്ഥകളും അതുപോലെ വാടക കൊടുക്കാൻ പലിശയ്ക്കെടുത്ത് വാടക കൊടുത്തായ അവസ്ഥകളും എല്ലാം ധാരാളമായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഓരോന്നോരോന്ന് വിവരിക്കാൻ പോയ സമയം
ലഭിക്കത്തില്ല. അതിന് മാത്രം ഞെരുക്കത്തിലൂടെ കടന്നുപോയി. എന്നാൽ ചില കാര്യങ്ങളൊന്ന് വിവരിക്കാമോ? ചില കാര്യങ്ങൾ ഞാൻ ഏറ്റവും ദുഃഖകരമായ അവസ്ഥയിലൂടെ കടന്നുപോയ കാര്യങ്ങൾ. ഏറ്റവും ദുഃഖകരമായ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങളെ സഹായിപ്പാൻ ആരുമില്ലായിരുന്നു. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഞാൻ ഒരു ദിവസം നമ്മുടെ സഫ്ദർജംഗ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഈ പൂമ്പാറ്റ പോലെ കുഞ്ഞുങ്ങളിങ്ങനെ നേഴ്സിംഗ് വിദ്യാർത്ഥികൾ പോകുന്നത് കണ്ടിട്ട് ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എൻ്റെ കുഞ്ഞിൻ്റെ കാര്യമാകുമ്പോഴത്തേക്ക് എൻ്റെ കുഞ്ഞിനൊരു അഡ്മിഷൻ തരണേ എന്ന് കർത്താവിനോട് അവിടെ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചില്ല കർത്താവ് അത് രേഖപ്പെടുത്തി വയ്ക്കുമെന്ന്, എൻ്റെ കണ്ണുനീര്. പക്ഷെങ്കിൽ ആ പഠനത്തിന് വേണ്ടിയിട്ട് ഞാൻ കുഞ്ഞിന് വേണ്ടിയിട്ട് കാശിറക്കാനായിട്ട് നമ്മുടെ കയ്യിൽ കാശില്ലല്ലോ, സാമ്പത്തികം ഒട്ടും തന്നെ ഇല്ലായിരുന്നു കുഞ്ഞിൻ്റെ അഡ്മിഷൻ എടുക്കാനായിട്ട്. കുഞ്ഞ് വളരെ നിരാശപ്പെട്ട് വളരെ കഷ്ടപ്പെട്ട് കുഞ്ഞ് 12ാം ക്ലാസ് പാസ്സായി ബയോളജിയിൽ. എന്നാൽ അവളെ നേഴ്സിങ്ങിന് ചേർക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള ഹയർ സ്റ്റഡിക്ക് അയക്കാനോ ഞങ്ങൾക്ക് നിവൃത്തിയില്ല. അങ്ങനെ ഞങ്ങൾ വളരെ കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞങ്ങൾ കുഞ്ഞിൻ്റെ കൂട്ടുകാരൊക്കെ പോയി വേറെ കോളേജിലൊക്കെ അഡ്മിഷൻ എടുത്തു. കുഞ്ഞാത് നിരാശപ്പെട്ടിട്ട് അവളൊരു ചുണ്ടലിയെപ്പോലെ വീടിൻ്റെ മൂലയ്ക്ക് ഇരിപ്പായി. ഞങ്ങൾക്കിത് കണ്ടിട്ട് ഭയങ്കര സങ്കടം തോന്നി. കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എന്താ ചെയ്യേണ്ടത്, എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എൻട്രൻസ് ഒരു വിധത്തിൽ കുഞ്ഞിനെ എഴുതിപ്പിച്ച് എന്തായാലും ദൈവത്തിൻ്റെ കൃപ ഒന്ന് മാത്രമാണ്. കുഞ്ഞ് എൻട്രൻസ് പാസ്സായി. 565ാമത്തെ റാങ്കിൽ അവൾ പാസ്സായിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിവൃത്തിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഞാൻ രാത്രി ഒരു 11:30 മണിക്ക് വേറെ ഒരാളുടെ ഒരു കമ്പ്യൂട്ടറെ തുറന്നിട്ട് ഇതിൻ്റെ റിസൾട്ട് നോക്കിയപ്പോഴത്തേക്ക് കുഞ്ഞിന് ഏറ്റവും അടുത്ത റാങ്കാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എത്രയും വേഗം കൗൺസിലിങ്ങിൽ വരണമെന്ന് പറഞ്ഞ് അവിടെ ആ കമ്പ്യൂട്ടറിൽ ഇട്ടിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ നിവൃത്തിയില്ല. അപ്പോൾ ഇത് രാത്രി 11:30 മണിക്കാണ് ഞാൻ ഈ വിവരം അറിയുന്നത്. അപ്പോഴേക്ക് ഞങ്ങളുടെ കയ്യിൽ കാശുണ്ടെന്ന് പറയുന്ന ഒന്നുമില്ല. എവിടുന്ന 18,865 രൂപയുടെ ഡ്രാഫ്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് ചെല്ലണം. അത് ബത്ര ഹോസ്പിറ്റലിൽ 12 മണിക്ക് ചെല്ലണം. രാത്രി 11:30 മണിക്കാണ് ഈ സംഭവം അറിയുന്നത്. ആരോട് പറയും? എങ്ങനെ നമുക്ക് ഈ ഇത്രയും കാശുണ്ടാക്കാൻ പറ്റും? ഒരു നിവൃത്തിയില്ല. അങ്ങനെ ഞങ്ങൾ കരഞ്ഞു, ദൈവത്തോട് കരഞ്ഞു. അങ്ങനെ ഞാൻ ഒരിടത്ത് വിളിച്ചപ്പോഴത്തേക്ക് നമ്മളെ പ്രിയപ്പെട്ട വത്സമ്മ പറഞ്ഞു, പാസ്റ്റേ, ഞാൻ ഇങ്ങോട്ട് വാ, ഞാൻ കുറച്ച് പൈസ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പാതിരായിക്ക് ഞാൻ എൻ്റെ ഒരു കാളവണ്ടി പോലത്തെ ഒരു ബൈക്കുണ്ടായിരുന്നു, ആ ബൈക്കും എടുത്ത് ഞാൻ പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് വത്സമ്മ കുറച്ച് പൈസ തന്നു. അതിനുശേഷമായിട്ട് വേറെ ബിൻസി എന്ന് പറയുന്നൊരു കൊച്ച് ഇങ്ങനെ കുറച്ച് പൈസ എനിക്ക് തന്നു. അങ്ങനെ ഏതായാലും ആ ബാക്കിയുള്ള പൈസ കളക്ട് ചെയ്തിട്ട് ഞങ്ങൾ തക്ക സമയത്ത് അവിടെ ചെന്നപ്പോഴത്തേക്ക് അവർ ചോദിക്കുന്നു, അഥവാ ഗവൺമെൻറ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൈവറ്റിൽ എടുക്കാനായിട്ട് 50,000 രൂപ ഡ്രാഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഇത് തന്നെ ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് ചെയ്ത്, എനിക്ക് നിവൃത്തിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ആ ഫയലും കുഞ്ഞിൻ്റെ ഡോക്യുമെൻ്റ് സർട്ടിഫിക്കറ്റെല്ലാം തിരിച്ച് തന്നിട്ട് പറഞ്ഞു, IP യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാറുണ്ട് മേളിൽ, അവരോട് പോയി സംസാരിക്കാൻ പറഞ്ഞു. അവർ ആ യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും വലിയ ചെയർപേഴ്സണാണ്. അവർ റിജക്റ്റ് ചെയ്താൽ എനിക്ക് നമ്മുടെ ചാൻസ് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ആ ഒരു ഭയത്തിൽ ഞങ്ങൾ എൻ്റെ ഭാര്യയും കുഞ്ഞിനെയും അങ്ങോട്ട് അയച്ചു. ആദ്യമായിട്ട് അവർ അവരെ ക്യാബിൽ അങ്ങനെ ഇരിക്കുകയാണ്. അവരിരുന്ന ആ സമയത്ത് കുഞ്ഞ് കയറി ചെല്ലുന്നു. അവിടെയാണ് ദൈവത്തിൻ്റെ ആ വലിയ പ്രവൃത്തി വെളിപ്പെടുന്നത്. അവർ നമ്മളെ റിജക്റ്റ് ചെയ്താൽ പോയി, കുഞ്ഞിൻ്റെ ആ പഠിത്തം പോയി. ആ ലാസ്റ്റ് മൊമെൻറ്റിൽ കർത്താവ് പ്രവർത്തിക്കുകയാണ്. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഈ നമ്മുടെ കുഞ്ഞിനെ കണ്ട ഉടനെ ഈ രജിസ്ട്രാർ ഒരു ലേഡിയാണ്. അവർ കുഞ്ഞിനെ കണ്ട ഉടനെ ഇവളോട് ഓരോന്ന് സംസാരിക്കാൻ തുടങ്ങി, ചിരിപ്പിക്കാൻ തുടങ്ങി. എന്നിട്ട് അവരും ചിരിക്കുന്നു, ഈ കുഞ്ഞിനെയും ചിരിപ്പിക്കുന്നു. അങ്ങനെ നോക്കി ഞങ്ങൾ രണ്ടുപേരും പുറകിൽ കയറി ചെന്നപ്പോഴത്തേക്ക് ഇരിക്കാൻ പറഞ്ഞു. അവർ ഈ ഫയൽ നോക്കാട്ടെ, ഡ്രാഫ്റ്റ് നോക്കാട്ടെ, ഒന്നും ചെയ്യുന്നില്ല. അവർ കുറച്ച് നേരം ഇങ്ങനെ ഞങ്ങളെയും ചിരിപ്പിച്ചു, കുഞ്ഞിനെയും ചിരിപ്പിച്ചു, അവരും ചിരിച്ചു ഞങ്ങളുടെ കൂടെ. എന്നിട്ട് പറഞ്ഞു, നിനക്ക് എവിടെയാണ് ഈ അഡ്മിഷൻ വേണ്ടതെന്ന് ചോദിച്ചു. അന്നേരം അവൾ പറഞ്ഞു, എനിക്ക് സഫ്ദർജംഗിൽ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഉടനെ അവർ പറഞ്ഞു, നീ പോയി അഡ്മിഷൻ എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ അവർ എഴുതി തന്നു. അങ്ങനെയാണ് കുഞ്ഞിന് BSc നേഴ്സിൻ്റെ അഡ്മിഷൻ
ഈ സബ്ദർജങ്ങൾ ലഭിക്കാനിടയായിത്തീർന്നത്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ അവിടെ അക്കൗണ്ടൻ്റായിട്ട് നിൽക്കുന്ന വേവിച്ചാരൻ ചോദിച്ചു, വേവിച്ചാൽ എൻ്റെ കുഞ്ഞിൻ്റെ സമയമാകുമ്പോൾ എനിക്കൊരു അഡ്മിഷൻ എടുത്ത് തരാൻ പറ്റുമോ? അന്നേരം പറഞ്ഞു, എല്ലാവരോടും 6 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്, പാസ്സായതുകൊണ്ട് 3 ലക്ഷം രൂപ തന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വേവിച്ചാൽ എൻ്റെ അടുത്ത് 3 രൂപ പോലും ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാണെന്ന് ചോദിച്ചു. ആ സ്ഥാനത്ത് കുഞ്ഞിന് അഡ്മിഷൻ എടുക്കാനായിട്ട് കേവലം 30,000 രൂപ കൊണ്ട് മാത്രം കുഞ്ഞിന് സകല കാര്യങ്ങളും, പുസ്തകങ്ങളും യൂണിഫോമും കാര്യങ്ങളെല്ലാം നേടാനായിട്ട് സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. ഓരോരുത്തർ ദൈവം എഴുന്നേൽപ്പിച്ച് ഞങ്ങളെ സഹായിച്ചു. അങ്ങനെയാണ് കുഞ്ഞിന് അഡ്മിഷൻ എടുത്തത്. രണ്ടാമത് മോൻ്റെ കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ കൂടുതൽ ഭാരപ്പെട്ടു. അവൻ്റെ എൻജിനീയറിങ്ങിന് വേണ്ടിയിട്ട് ഇന്ത്യ മൊത്തമുള്ള എൻജിനീയറിംഗ് കോളേജെല്ലാം ഞങ്ങൾ അന്വേഷിച്ചു, ഒരു നിവൃത്തിയില്ല. അങ്ങനെ ഞങ്ങൾ വളരെ ഭാരപ്പെട്ട് ദൈവത്തോട് കരഞ്ഞുകൊണ്ട് അങ്ങനെ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് പറഞ്ഞു, നീ ഇന്ത്യയിലെ എല്ലാ കോളേജും അന്വേഷിച്ചില്ലേ, നിൻ്റെ തൊട്ട് മുമ്പിലുള്ള കോളേജിൽ നീ പോയി അന്വേഷിച്ചോ എന്ന് ചോദിച്ചു എൻ്റെ കർത്താവ്. അത് കർത്താവ്, ഞാൻ പോയില്ല, ഞാൻ അന്വേഷിച്ചില്ല, ഞാൻ മടുത്തുപോയി, ഇനി എന്തു ചെയ്യും? അങ്ങനെ കർത്താവ് പറഞ്ഞുകൊണ്ട് ഞാൻ തൊട്ട് മുമ്പിലുള്ള ആ മെറി കോളേജ് ഓഫ് എൻജിനീയറിംഗ് ഞാൻ ചെന്ന് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, കയ്യിൽ എന്നാ ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, പക്ഷേ എന്നെക്കൊണ്ട് കളക്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഞാനൊരു 30,000 രൂപ കളക്ട് ചെയ്യാമെന്നൊരു വിശ്വാസത്താൽ അങ്ങ് പറഞ്ഞു. അത് മതി, കൊണ്ടും തന്നു, ബാക്കി അഡ്മിഷൻ എടുത്തോളാൻ പറഞ്ഞു. ഈ 30 രൂപ കയ്യിലില്ല, അത് വിശ്വാസമാണ് പറഞ്ഞത്. ആ ഞായറാഴ്ച ഹിന്ദി ചർച്ചാണ്, അവിടെ ചിലപ്പോൾ സ്വോത്രകാഴ്ച പോലും ലഭിക്കത്തില്ല. ആ ചർച്ചിൽ ഞങ്ങളിങ്ങനെ പറഞ്ഞു, മോൻ്റെ അഡ്മിഷന് വേണ്ടി ഞങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്, നിങ്ങളും പ്രാർത്ഥിക്കണം, ഇത്രയും പൈസ കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഞങ്ങൾ പോന്നു. ഞങ്ങൾ ഞായറാഴ്ച വീട്ടിൽ വന്ന് പിന്നെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് തിങ്കളാഴ്ച രാവിലെ റോഹൻ എന്ന് പറഞ്ഞ ഒരു ഹിന്ദി സഹോദരനുണ്ട്. ആ കുഞ്ഞ് വിളിച്ച് പറഞ്ഞു, പാസ്റ്റർജി, ഫിലിപ്പിൻ്റെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ഞാൻ പൈസ തരാം, ഒരു 30,000 രൂപ ഞാൻ തരാം എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്നാൽ മതി തരാം. അങ്ങനെ ചെന്നു. ആ പൈസ വിശ്വാസത്താൽ പറഞ്ഞ ആ പൈസ 30,000 രൂപ കർത്താവ് ആ കൊച്ചിൻ്റെ കരുതി വെച്ചിരുന്നു. അത് വാങ്ങിച്ചുകൊണ്ട് വന്ന് മോൻ്റെ അഡ്മിഷൻ എടുത്തു. ഒരു പ്രൈവറ്റ് എൻജിനീയറിംഗ് കോളേജിൽ 4 കൊല്ലം പഠിപ്പിച്ച് അവന് പുറത്തു വരുന്ന സമയത്ത് അവൻ്റെ ഫീസ് ഇനത്തിലോ മറ്റ് യാതൊരിനത്തിലോ ആ കോളേജിൽ ഒരു നയാ പൈസ പോലും പെൻഡിങ് ആകുവാൻ ദൈവം ഇടയാക്കിയില്ല. ഒരു 5 പൈസ പോലും കരുതി വെച്ചല്ല കർത്താവ് കുഞ്ഞിനെ പഠിപ്പിച്ച്. ഈ കാശ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കണക്കൂട്ടിൽ ആവറേജ് കണക്ക് ഒരു 6-7 ലക്ഷം രൂപയെങ്കിലും അവന് വേണ്ടി ചിലവായിട്ടുണ്ട്. പക്ഷേ ഇതെങ്ങനെ വന്നു, എപ്രകാരം ഉണ്ടായി, എങ്ങനെ കൊടുത്തു, ഇതെങ്ങനെ സംഭവിച്ചു, എനിക്കിന്നും അതറിഞ്ഞുകൂടാ. സ്വർഗത്തിലെ ദൈവം നടത്തി. അങ്ങനെ ഞങ്ങൾക്ക് നാട്ടിൽ നിന്നോ വീട്ടിൽ നിന്നോ ശേഷക്കാരിൽ ബന്ധു ചാർച്ചക്കാരിൽ നിന്നൊന്നും അത് ഞങ്ങൾക്ക് ഒരു ഫോൺ കോൾ കൊണ്ട് പോലും ഒരു സഹായത്തിന് ആരുമില്ലായിരുന്നു. എന്നാൽ ദൈവം നടത്തി. അതാണ് ഞാൻ പറഞ്ഞത്, കർത്താവിൻ്റെ വ്യക്തമായ നടത്തിപ്പും കരുതലും യഥാർത്ഥമായിട്ട് അനുഭവിച്ചറിയണമെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ കർത്താവിൻ്റെ വേലയ്ക്ക് പോകണം. അതുകൊണ്ട് ഇന്ന് കർത്താവിൻ്റെ വേലയിൽ ഇന്നെനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ ബീഹാറിലും നേപ്പാളിലും അതുപോലെ UP-യിലും ഹരിയാനയിലും പഞ്ചാബിലും ജമ്മു കാശ്മീരിലും ഒക്കെ ഇന്ന് നമുക്ക് കൂട്ടായ്മകളുണ്ട്. അവരിപ്പം വിളിക്കാറുണ്ട്. അത് ആ ഒരു ആത്മീയ സന്തോഷം നമുക്കുണ്ട്. പക്ഷേ ഈ 45 വർഷം നോർത്ത് ഇന്ത്യയിൽ സുവിശേഷ വേല ചെയ്തു ഇല്ലേ? ഇതെ. അപ്പോൾ അവിടെ അനുഭവിച്ച കഷ്ടതകളെയും ദുരിതങ്ങളെക്കുറിച്ചൊക്കെ പാസ്റ്റർ പറഞ്ഞു, പട്ടിണി കിടന്ന സാഹചര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഈ 45 വർഷം മുമ്പ് ഇത്തരത്തിലുള്ള യാതൊരുവിധമായ സംവിധാനങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് കിടക്കാൻ നല്ലൊരു സൗകര്യം, ബാത്റൂം സൗകര്യം, കറണ്ടിൻ്റെതായിട്ടുള്ള സാഹചര്യങ്ങൾ, അതുപോലെ കേരളത്തിൽ നമ്മൾ പോയ ആയതുകൊണ്ട് കേരളത്തിൽ നിന്ന് ലഭിക്കുന്നതായിട്ടുള്ള യാതൊരുവിധ ഭക്ഷണങ്ങൾക്ക് ബുദ്ധിമുട്ട്. അപ്പം ഇത്തരത്തിലൊക്കെ ഉള്ള ഒരു അവസ്ഥകളെ കുറിച്ചൊന്ന് പറയാമോ? ഞങ്ങൾ കുഞ്ഞുങ്ങളെ വളർത്തിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുഞ്ഞുങ്ങളെ വളർത്തുവാനായിട്ട് മറ്റുള്ളവരുടെ കുഞ്ഞുങ്ങളെ അവരൊക്കെ എങ്ങനെ വളർത്തുന്നു, പഠിപ്പിക്കുന്നു, അതൊന്നും ഞങ്ങൾ ചിന്തിക്കാറില്ല, ഞങ്ങൾ നോക്കാറില്ല, ഞങ്ങൾ അതിന് ആ വശത്തേക്ക് ഞങ്ങൾ ചിന്തിക്കാറില്ല. ഞങ്ങൾക്കുള്ളതുപോലെ ഉള്ളതുകൊണ്ട് കുഞ്ഞുങ്ങളെ വളർത്തി. ഞാൻ ഒരു പെന്തക്കോസ്തിൻ്റെ ഒരു പ്രസ്ഥാനക്കാരനോട് ഞാൻ ചെന്ന് ചോദിച്ചു, എൻ്റെ കുഞ്ഞുങ്ങളെ ഹോസ്റ്റലിലാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു.
ആ ഒരു സന്ദർഭം എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു, പാസ്റ്റർക്കുടെ സങ്കടങ്ങളെല്ലാം പറഞ്ഞു തീർന്നോ എന്ന് ചോദിച്ചു. ആ തീർന്നെന്ന് പറഞ്ഞു. എന്നാൽ ഞാനൊരു കാര്യം പറയാൻ കേൾക്കാമെന്ന് ഞാൻ പറഞ്ഞു. കേൾക്കാമെന്ന് പറഞ്ഞു. പാസ്റ്ററെ, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മൾ കർത്താവിൻ്റെ വേലക്കാരാണ്, നമ്മുടെ കുഞ്ഞുങ്ങളെ ഹോസ്റ്റലിലാക്കരുത്. നമുക്ക് ചൂടുവെള്ളം കൊടുക്കാനേ നിവൃത്തിയുള്ളെങ്കിൽ ആ ചൂടുവെള്ളം കുടിപ്പിച്ച് കുഞ്ഞുങ്ങളെ വളർത്തണം. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കഷ്ടപ്പാട് കണ്ട് വളരണം എന്ന് പറഞ്ഞു. എനിക്കതൊരു ജീവിതത്തിൽ വലിയൊരു മാർഗ്ഗദർശനമായിട്ട് എനിക്ക് കിട്ടിയ. കാരണം അതുവരെ ഞാൻ എവിടെയെങ്കിലും ഹോസ്റ്റലിൽ ആരെങ്കിലും കാല് പിടിച്ചിട്ട് ഹോസ്റ്റലിലാക്കാം, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാം എന്ന് വിചാരിച്ചു. പക്ഷെങ്കിൽ ആ ഒരു ആലോചന ഞാൻ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു. നമ്മളെ വിളിച്ച് ദൈവമല്ലേ, ദൈവം നടത്തും. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ഒരു ഹോസ്റ്റലിലും ആക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ കുഞ്ഞുങ്ങളെ കൂടെ നിർത്തി. മറ്റുള്ളവരെ പോലുള്ളായിരിക്കുന്ന ആർഭാടകരമായിരിക്കുന്ന കാര്യങ്ങളോ ഒന്നുമല്ല. ഞങ്ങൾ ഡൽഹിയിലുണ്ടായിരുന്ന കാലത്ത് പാസ്റ്റർമാരുടെ മക്കളോ വിശ്വാസികളുടെ മക്കളോ ഡൽഹിയിൽ ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കാറില്ല. കാരണം അന്നത്തെ ഗവൺമെൻറ് സ്കൂളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ സ്റ്റാൻഡേർഡ് ഇല്ല, ഒരു പഠിപ്പിക്കലുമില്ല, യാതൊരു വിധത്തിലായിരിക്കുന്ന സ്റ്റാൻഡേർഡും ഇല്ലാത്തതാണ് ഡൽഹിയിലെ ഗവൺമെൻറ് സ്കൂൾ അന്നത്തെ കാലത്ത്. എന്നാൽ അവിടെയാണ് എൻ്റെ കുഞ്ഞുങ്ങൾ രണ്ടുപേരും പഠിച്ചത്. ഗവൺമെൻറ് സ്കൂളിൽ നിന്നാണ് ഈ 12ാം ക്ലാസ് പാസ്സായത്. യാതൊരു സ്റ്റാൻഡേർഡും ഇല്ലാത്ത സ്കൂളിൽ നിന്ന്. എന്നാൽ കർത്താവിൻ്റെ കൃപ നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന ഈ 2 കുഞ്ഞുങ്ങൾക്കും ഇതുവരെയും ഇംഗ്ലീഷിനോ ഹിന്ദിക്കോ യാതൊരു സ്റ്റാൻഡേർഡ് കുറവും ഇല്ല. കർത്താവിൻ്റെ കൃപയാൽ ഇന്ന് അവരെ ആരും പഠിപ്പിച്ചതല്ല. കമ്പ്യൂട്ടറും ഇംഗ്ലീഷ് ലാംഗ്വേജും ഒക്കെ അവരാരും പഠിപ്പിച്ചതല്ല, അവരെ ദൈവം പഠിപ്പിച്ചതാണ് ഞങ്ങൾ വിശ്വസിക്കുക. അത്രമാത്രം ഹൈ സ്റ്റാൻഡേർഡിൽ കുഞ്ഞുങ്ങൾ പിക്കപ്പായി. കർത്താവിൻ്റെ കൃപയാൽ അവർക്ക് ദൈവം കൊടുത്ത അറിവ് അവർ സമ്പാദിച്ചെടുത്തു. കമ്പ്യൂട്ടർ അവർ തന്നെത്താനെ പഠിച്ചു. മറ്റെല്ലാ കാര്യങ്ങളും അവർ തന്നെത്താനെ പഠിച്ച് ഒരു ട്യൂഷൻ പോലും കൊടുക്കുവാൻ നിവൃത്തിയില്ലാതെ കുഞ്ഞുങ്ങൾ വളരെ കഷ്ടപ്പെട്ട് പഠിച്ചു. കർത്താവ് അവരെ പഠിപ്പിച്ചു. അവരുടെ ചെലവുകളെല്ലാം കർത്താവ് നടത്തി. അങ്ങനെ കർത്താവ് ഇന്ന് വരെ കുഞ്ഞുങ്ങളെ അതേ രീതി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി എന്താണ് പാസ്റ്ററുടെ ഭാവി പദ്ധതികളൊക്കെ? ഇനി പദ്ധതികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വന്തം വീടോ സ്ഥലങ്ങളോ ഇല്ല. പിന്നെ നമുക്ക് സ്ഥലം നമ്മുടെ അപ്പന്മാരുടെ വീതത്തിൽ നിന്ന് ഒരു അല്പ സ്ഥലം മാത്രം അവിടെ കിടപ്പുണ്ട്. അതൊന്നിനും കൊള്ളാത്തൊരു സ്ഥലമാണ്, വില കിട്ടുന്ന സ്ഥലമല്ല. പിന്നെ ഒരു ഭവനം വാങ്ങിക്കണം, ഒരു കൂടാരം വേണം, തലചായ്ക്കാൻ ഇടം വേണം എന്നുള്ളതായിരിക്കുന്ന ഒരു വലിയ ആഗ്രഹം ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇന്നും വാടക വീട്ടിൽ താമസിക്കുന്നു. ഇനി വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാതെ വന്നാൽ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് ഒരു വിധത്തിലും ഒരു നയാ പൈസ പോലും ഞങ്ങൾക്ക് വരുമാനമില്ല. കേരളത്തിൽ വന്നതിന് ശേഷം ഞങ്ങൾക്ക് സഭാ ശുശ്രൂഷ ഇല്ല. ഇപ്പോൾ ഒരു അസോസിയേറ്റ് പാസ്സായിട്ട് അവിടെ ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ ഞങ്ങൾക്ക് വരുമാനം ഒന്നും തന്നെ ഇല്ല. പിന്നെ ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്നുണ്ടെന്ന് മാത്രമല്ലാതെ അതിൽ നമുക്കൊരു യാതൊരു ആദായവും വരുമാനവും ഇല്ല. പിന്നെ കർത്താവ് ഏൽപ്പിച്ചിരുന്ന ശുശ്രൂഷ പഠിപ്പിക്കുക അത് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും. എന്നാൽ അതൊരു വരുമാന മാർഗമായിട്ട് ഞങ്ങൾ കണക്കാക്കിയിട്ടില്ല. അതങ്ങനെയല്ല താനും. ഈ 45 വർഷത്തെ നോർത്ത് ഇന്ത്യൻ ജീവിതം വളരെ ദുഃഖവും ദുരിതപൂർണവുമായിരുന്നു. എങ്കിലും വളരെ ശക്തമായി സുവിശേഷ വേല ചെയ്യുവാൻ പാസ്റ്ററെ ദൈവം ഉപയോഗിച്ചു. പാസ്റ്ററുടെ ഈ 45 വർഷത്തെ സുവിശേഷ വേലയിലെ അനുഭവം വെച്ച് സുവിശേഷ പ്രവർത്തകരോടും നമ്മുടെ വിശ്വാസികളോടും പാസ്റ്റർക്ക് എന്ത് സന്ദേശമാണ് പറയാനായിട്ടുള്ളത്? എൻ്റെ ഈ സുവിശേഷ വേലയുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ വേല നോർത്ത് ഇന്ത്യയിൽ ചെയ്തപ്പോഴത്തേക്ക് എനിക്കതിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളതായ ഒരു അനുഭവം. ഞാൻ ബൈബിൾ കോളേജുകളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. പഠിപ്പിക്കുന്ന സമയത്ത് കണ്ണുനീരോടെയാണ് ഞാൻ അവരെ പഠിപ്പിച്ചിട്ടുള്ളത്. കാരണം അനുഭവങ്ങൾ ഷെയർ ചെയ്ത്, പ്രത്യേകിച്ച് ഇവാഞ്ചലിസം എന്ന് പറയുന്ന ആ ഒരു വിഷയം പഠിപ്പിക്കുമ്പോൾ കണ്ണുനീരോടുകൂടി പഠിപ്പിച്ചു. ഇന്ന് അവരെല്ലാവരും പ്രഗത്ഭരായ കർത്താവിൻ്റെ വേലക്കാരാണ്. വളരെ വളരെ സീനിയർ മോസ്റ്റ് ആയിരിക്കുന്ന വേലക്കാരെ പഠിപ്പിച്ചെടുക്കാനായിട്ട് കർത്താവ് ഇടയാക്കിയിട്ടുണ്ട്. ഇന്നും ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ വേലക്കാരോട് ഞാൻ അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്കത് തന്നെയാണ് പറയുവാനുള്ളത്. കർത്താവിൻ്റെ വേലയിൽ ആരെല്ലാം ഇറങ്ങിയോ, എത്ര കഷ്ടപ്പാടിലും എത്ര ഇല്ലായ്മയിലും ഞെരുക്കത്തിലും വേദനയിലും ദുഃഖത്തിലും നിരാശയിലും
കണ്ണുനീരിൻ്റെ താഴ്വരെ കൂടി കടക്കേണ്ടി വന്നാലും ദൈവം നമ്മളെ ഒരു കാലത്തും കൈവിടത്തില്ല, ഒരു കാലത്തും. അത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വ്യക്തമായ പ്രായോഗിക തലത്തിലുള്ള അനുഭവമാണ്. അത് മാത്രം. അതുകൊണ്ട് കർത്താവിൻ്റെ വേലയ്ക്ക് നോർത്ത് ഇന്ത്യയിലേക്ക് പോകാനായിട്ട്, പ്രത്യേകിച്ച് ഞങ്ങളിപ്പോൾ കേരളത്തിലായിരിക്കുന്നതുകൊണ്ട് കേരളത്തിൽ നിന്ന് കുറേയധികം വേലക്കാർ നോർത്ത് ഇന്ത്യ വരുമായിരുന്നു. അവരൊക്കെ വന്നാൽ ഒരു തണുപ്പും ഒരു ചൂടും കൊള്ളുമ്പോഴത്തേക്ക് അവർ പാട്ടുപെട്ടി മടക്കിയിട്ട് കേരളത്തിലോട്ട് തിരിച്ചു പോരും. അല്ല, ഇവിടെ എന്തെങ്കിലും ഗവൺമെൻറ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർ പാക്ക് ചെയ്ത് നാട്ടിലേക്ക് മടങ്ങും. അങ്ങനെ മടങ്ങി ഒത്തിരി പേരെ എനിക്കറിയാം. എന്നാൽ ഈ നോർത്ത് ഇന്ത്യയിലെ കഷ്ടപ്പാടാണ്, പ്രയാസമാണ്, ഞെരുക്കമാണ്. ഇനി അവിടെ പോയാൽ എന്തു ചെയ്യും? ഒരു ദിവാസൻ ട്രാൻസ്ഫറായിട്ട് ഇവിടുന്ന് അങ്ങോട്ട് അയച്ചപ്പോഴത്തേക്ക് ആ ദിവാസൻ ആദ്യമായിട്ട് അവിടെ വന്ന് നോക്കി, ഈ താമസിക്കാൻ സ്ഥലമുണ്ടോ, എങ്ങനത്തെ ഫ്ലാറ്റാണ് കിട്ടിയിരിക്കുന്നത്, ഇതൊക്കെ അദ്ദേഹം വന്ന് സർവേ ചെയ്തതിന് ശേഷമാണ് നാട്ടിൽ നിന്ന് അദ്ദേഹം സാധനം കൊണ്ടുവന്നത്. എനിക്ക് പറയുവാനുള്ളത്, കർത്താവിൻ്റെ വേലക്കാരെ, കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങുന്നവർ ഒന്നും നോക്കണ്ട. ഞാനിവിടുന്ന് പോകുമ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് പുസ്തകങ്ങളും എനിക്ക് 2 ജോഡി ഡ്രസ്സും മാത്രമല്ലാതെ എനിക്ക് വേറൊന്നുമില്ലായിരുന്നു. എന്നാൽ ദൈവം നടത്തിയെന്ന് മാത്രം ഞാൻ വിശദീകരിക്കുന്നത് അത് മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ ശുശ്രൂഷയ്ക്ക് ഇടാനായിട്ട് എനിക്ക് പാൻറ്റില്ല. ഞാൻ 50 രൂപയ്ക്ക് ലാൽക്കിലയിൽ പോയിട്ട് രണ്ട് പഴയ പാൻറ്റ് വാങ്ങിച്ചു. 25 രൂപയ്ക്ക് 2 പഴയ പാൻറ്റ്. ആ പാൻറ്റ് ഇട്ടുകൊണ്ടാണ് ഞാൻ കൺവെൻഷന് പോയത്. അത് ഇട്ടുകൊണ്ട് നടന്ന് ആ പാൻറ്റിൻ്റെ അടി പൊട്ടി. അപ്പോഴത്തേക്ക് ഞാൻ ഏതാണ്ട് 70 രൂപ എൻ്റെ പോക്കറ്റിലുണ്ട്, ആൾക്കാർ തന്നതാണ്. ആ 70 രൂപ ഇട്ടുകൊണ്ട് ഞാൻ ഒരു മാർക്കറ്റ് മൊത്തം നടന്നു, ഒരു ജോഡി പാൻറ്റും ഷർട്ടും എടുക്കാൻ വേണ്ടി. കിട്ടിയില്ല. വൈകുന്നേരം നിരാശനായിട്ട് ഞാൻ വീട്ടിൽ വന്നു. ആ 70 രൂപ എൻ്റെ പോക്കറ്റിൽ അപ്പോഴും ഉണ്ട്. എന്നാൽ വൈകുന്നേരം ഒരു അമ്മാമ്മ വിളിച്ചു. അമ്മാമ്മ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ ഇവിടം വരെ വരണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്തിനാ അമ്മാമ്മേ? ഞാൻ റൂം മാറി പാസ്റ്റർ വന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങളവിടെ ചെന്നു, പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞിട്ട് ആ അമ്മാമ്മ പറഞ്ഞു, പാസ്റ്റർ ആ മേളിൽ ഇരിക്കുന്ന പെട്ടി ഇങ്ങോട്ടൊന്ന് എടുക്കാൻ പറഞ്ഞു. എടുത്തു. അതിൽ നിന്ന് അമ്മാമ്മ ഒരു സൂട്ടും കോട്ടും, ഒരു 2 ജോഡി പാൻറ്റും ഷർട്ടും, അതിൻ്റെ തുണി, അതുപോലെ തന്നെ 2 ലുങ്കി, ഇതെല്ലാം അമ്മാമ്മ ഇങ്ങോട്ട് തന്നു. നോക്കണം ദൈവത്തിൻ്റെ വിശ്വസ്ത എത്ര മാത്രമാണ്. ആ 70 രൂപ എൻ്റെ പോക്കറ്റിൽ അന്നേരവും ഉണ്ട്. ആ 70 രൂപയും കൊണ്ട് ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം കമലാനഗർ മാർക്കറ്റ് മൊത്തം നടന്നു എനിക്കൊരു പാൻറ്റ് ഷർട്ടും വാങ്ങിക്കാൻ. പക്ഷേ ആ 70 രൂപ ചിലവാക്കേണ്ടതായിട്ട് വന്നില്ല. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ തുണി എനിക്കെൻ്റെ കർത്താവ് തന്നു. എനിക്ക് പറയുവാനുള്ളത്, നമ്മൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വിളി കേട്ടവരാണെങ്കിൽ കർത്താവിനെ വിളിച്ചുകൊണ്ടല്ല ഇറങ്ങേണ്ടത്, കർത്താവ് വിളിച്ചിട്ടിറങ്ങണം. എന്നാൽ അവൻ നടത്തിയിരിക്കും. അതുകൊണ്ട് നോർത്ത് ഇന്ത്യയിലെ വേലയ്ക്ക് വേണ്ടി പോകാൻ ആരും മടിക്കണ്ട. നോർത്ത് ഇന്ത്യ വേലയ്ക്ക് പോകണം. ചെറുപ്പക്കാരായ യൗവനക്കാരായ ചോരത്തിളപ്പുള്ള യൗവനക്കാരായ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ നോർത്ത് ഇന്ത്യയിൽ പോകണം. പോകാതിരിക്കരുത്. യാതൊരു കാരണവശാലും പേടിക്കണ്ട. പ്രതികൂലങ്ങളൊക്കെ ഉണ്ട്. പട്ടിയെപ്പോലെ അടി കൊള്ളേണ്ടതായിട്ട് വരും. സാരമില്ല, കർത്താവ് നമ്മളെ കൈവിടത്തില്ല, ജീവിപ്പിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നോർത്ത് ഇന്ത്യയിൽ വേലയ്ക്ക് പോകാൻ ആരും മടിക്കണ്ട. 100 കണക്കിന് യൗവനക്കാരെ ഇന്നും ആവശ്യമാണ്. ആ നോർത്ത് ഇന്ത്യ നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുക. അതിന് പോകാൻ തയ്യാറായിക്കൊള്ളുക എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. പാസ്റ്റർ, ഇത്രയും സമയം പാസ്റ്ററുടെ ജീവിതാനുഭവത്തിൽ നിന്ന് പങ്കുവച്ചതിലുള്ള വളരെയധികം നന്ദി അറിയിക്കുന്നു. പാസ്റ്ററുടെ സേവനങ്ങൾ 45 വർഷം സുവിശേഷ വേല ചെയ്തു. ദൈവം ധാരാളമായിട്ട് പ്രതിഫലം നൽകട്ടെ. വളരെയധികം നന്ദി അറിയിക്കുന്നു.